വീണ്ടും ആ 4 പില്ലേഴ്സ് നമ്മെ ഒരിക്കൽ കൂടെ ഓർമ്മപ്പെടുത്തുന്നതായിരിക്കും. What to teach, how to teach, whom to teach and why to teach. എന്ത് പഠിപ്പിക്കണം, എങ്ങനെ പഠിപ്പിക്കണം, ആരെ പഠിപ്പിക്കണം, എന്തുകൊണ്ട് പഠിപ്പിക്കണം. നമ്മുടെ അധ്യാപന രംഗത്തുള്ള എല്ലാ ബഹുമാന്യ അധ്യാപകരും ഈ പാഠങ്ങൾ ഉൾക്കൊണ്ട് ഈ അധ്യയന വർഷത്തിൽ കോളേജ് വിദ്യാഭ്യാസ മണ്ഡലം പരിലസിക്കട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന കേരളത്തിൽ ഞങ്ങൾ ആശംസിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ടീച്ചറെ, ഇന്നത്തെ അധ്യാപകർ നേരിടുന്ന വെല്ലുവിളികൾ എന്തെങ്കിലും ടീച്ചറിന് സംസാരിക്കാനായിട്ടുണ്ടാവുമോ? തീർച്ചയായിട്ടും നമ്മള് ഒരു ഈ ടീച്ചിങ് നമ്മൾ പഠിപ്പിക്കുമ്പോൾ തന്നെ നമ്മളെ തിയറിറ്റിക്കലായിട്ട് പഠിപ്പിക്കും. ഒരു ടീച്ചർ ഒരു ഫ്രണ്ട്, ഫിലോസഫർ ആൻഡ് ഗൈഡ് ആയിരിക്കണം. ഒരു ടീച്ചർ ഒരു ഫിലോസഫർ ആയിരിക്കണം, ഒരു ഫ്രണ്ട് ആയിരിക്കണം, ഒരു ഫ്രണ്ട് ആയിരിക്കണം, ഗൈഡ് ആയിരിക്കണം, ഒരു ഗൈഡ് ആയിരിക്കണം. ഫിലോസഫർ, ഫ്രണ്ട് ആൻഡ് ഗൈഡ്. കം ഓൺ. അപ്പൊ ഇന്നത്തെ നമ്മുടെ സാഹചര്യത്തിൽ, ഇപ്പോഴത്തെ ഈ വിഭാഗത്തില് ഇതിലെല്ലാം ഉപരിയായിട്ട് ഒരു ടീച്ചർ ഒരു മെന്റർ ആയിരിക്കും. ഓ മൈ ഗുഡ്നസ്. കാരണം ഇതിനേക്കാൾ എത്രയോ ആഴമേറിയ ഒരു അർത്ഥമുള്ള വാക്കാണ് മെന്റർ. അതായത് കുട്ടിയുടെ എല്ലാ കാര്യത്തിലും ടീച്ചർ ശ്രദ്ധിക്കേണ്ടിയിരിക്കും. ടീച്ചർ സംസാരിച്ചപ്പോൾ പറഞ്ഞു ഇന്നത്തെ കാലം മുൻകാലങ്ങളെ അപേക്ഷിച്ച്. അങ്ങനെയെങ്കിൽ എന്താ ഇന്നത്തെ കാലത്തിന് വല്ല പ്രത്യേകതയും വന്നിട്ടുണ്ടോ? ഇന്നത്തെ കാലത്തെന്ന് പറഞ്ഞാല്, പഴയ കാലത്തെന്ന് പറഞ്ഞാൽ ഗുരുമുഖത്തുനിന്ന് വരുന്ന കാര്യങ്ങൾ കുട്ടികൾ അതേപോലെ സ്വീകരിക്കും. അപ്പം ടീച്ചറാണ് അവരുടെ ഒൺലി സോഴ്സ്. ഇന്ന് അങ്ങനെയല്ല. കുട്ടികൾ വളരെ ഈ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് വന്നതുകൊണ്ട് കുട്ടികളും വളരെ അഡ്വാൻസ്ഡ് ആണ്. ഇന്നത്തെ വിദ്യാർത്ഥിനികൾ വളരെ അഡ്വാൻസ്ഡ് ആണ്. അത് വളരെ പുരോഗതി പ്രാപിച്ചവരാണ് തീർച്ചയായിട്ടും. അതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തില് ഒരു ടീച്ചർ നല്ല ഒരു പഠിതാവായിരിക്കും. തീർച്ചയായിട്ടും ടീച്ചറിന് ലൈഫ് ലോങ് എഡ്യൂക്കേഷൻ ആവശ്യമാണ്. എത്ര നല്ലൊരു പാഠമായി ഇന്ന് ബഹുമാനപ്പെട്ട അധ്യാപകരോട് ടീച്ചേഴ്സിനെ തന്നെ പഠിപ്പിക്കുന്ന നമ്മുടെ ഡോക്ടർ ഉഷ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അധ്യാപകരും ലൈഫ് ലോങ് പഠിച്ചുകൊണ്ടിരുന്നാലേ ഇന്നത്തെ ഈ തലമുറയെ ഫലപ്രദമായി ദൈവം വരദാനമായി തന്നിരിക്കുന്ന ആ ടീച്ചിങ് എന്ന തൊഴിൽ, പ്രൊഫഷൻ, ദൗത്യം നമുക്ക് ഫലപ്രദമായി ചെയ്തു തീർക്കാൻ കഴിയത്തുള്ളൂ. തീർച്ചയായിട്ടും ടീച്ചറെ, കുറേ വിദ്യാർത്ഥിനികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ടുള്ള വിവരങ്ങളിലൂടെ വന്നിട്ടുണ്ട്. നമുക്ക് തീർച്ചയായിട്ടും തിരിച്ചു വരാം. ഇപ്പോൾ ചില വിദ്യാർത്ഥിനികൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾ നിങ്ങളുടെ വിദ്യാർത്ഥിനികളുടെ പേരുകൾ വിളിച്ചു പറഞ്ഞ് പ്രാർത്ഥനയ്ക്കായി രജിസ്റ്റർ ചെയ്യുക. തീർച്ചയായിട്ടും ടീച്ചർ നമ്മോടൊപ്പം വീണ്ടും എത്തുന്നതായിരിക്കും. തിരുവനന്തപുരത്ത് നിന്നും സുജീന്ദ്രൻ സിനി ദമ്പതികൾ വിളിച്ചിരിക്കുന്നത് മക്കളായ സച്ചിൻ, സാൻഡ്ര ഇവർക്ക് വേണ്ടി പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ കർത്താവേ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ ദൈവിക കൃപയാലെ കുഞ്ഞുങ്ങളെ വളർത്തുമാറാകണമേ. ദൈവിക സാന്നിധ്യത്തിൽ വളർന്നു വരുവാതൊക്കെയാണ്. ദൈവിക അനുഗ്രഹങ്ങളിൽ കുഞ്ഞുങ്ങളെ നിറയ്ക്കുവാനാണെന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബത്തെ നീ അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ. ഷേർലി ദമ്പതികൾ പുതുപ്പള്ളിയിൽ നിന്ന് വിളിച്ചിരിക്കുന്നു. താനു സോന രാജൻ BBS പഠിക്കുന്നു. ജീന മറിയം രാജൻ +2 പഠിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ദൈവിക പരിജ്ഞാനത്തോടെ ഉന്നത നിലവാരം പുലർത്തുവാൻ സ്വർഗീയ ദാനം കൊണ്ട് കുഞ്ഞുങ്ങളെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ. ചെടികടയിൽ നിന്നും മിനി എന്ന മാതാവ് വിളിച്ചിരിക്കുന്ന വിഘ്നേഷ്, വിജയഘോഷ് ഈ 2 മക്കൾക്ക് വേണ്ടി പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ കർത്താവേ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുകയാണ്. ദൈവിക നന്മകളാൽ കർത്താവ് കുഞ്ഞുങ്ങളെ നിറയ്ക്കണമേ. കർത്താവ് അവരുടെ ഭാവി ജീവിതത്തിലേക്ക് നീ അവർക്ക് വേണ്ട വഴികളെ നീ തുറക്കുന്നതിനായി സ്തോത്രം ചെയ്യും. യേശുവിന്റെ നാമത്തിൽ തന്നെ. സുനിൽ ജോളി ദമ്പതികൾ തിരുവനന്തപുരത്ത് നിന്ന് വിളിച്ചിരിക്കുന്നു. സിനി 10ാം ക്ലാസ്സിൽ പഠിക്കുന്നു. സാനി നഴ്സിംഗിന് പഠിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവരായിരിക്കുന്ന മണ്ഡലത്തിൽ ദൈവകൃപ കൊണ്ട് അവരെ പരിപാലിച്ചാട്ട്. യഹോവ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാകുന്നു. അവയെ ആചരിക്കുന്ന എല്ലാവർക്കും നല്ല ബുദ്ധിയുണ്ടെന്ന് പറയത്തക്കവണ്ണം ഉന്നത നിലവാരം പുലർത്തുവാൻ ഞങ്ങളെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. നിതിൻ രാജ് 10ാം ക്ലാസ് CBSE സിലബസിൽ പഠിക്കുകയാണ്. സാജൻ എഞ്ചിനീയറിംഗിന് പഠിക്കുന്നു. പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് മാതാപിതാക്കളായ ലൈല, തങ്കരാജ് തിരുവനന്തപുരത്ത് നിന്ന്. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളുടെ പഠന വിഷയങ്ങളിൽ കർത്താവേ നീ കൂടെ ഇരിക്കണമേ. കർത്താവേ അവർക്ക് നല്ല കോൺസെൻട്രേഷനോടെ പാഠ്യപദ്ധതികളെല്ലാം പഠിക്കുവാൻ നോക്കണം. ദൈവിക കൃപ അവരോട് കൂടെ ഇരിക്കുന്നതാണ്. യേശുവിന്റെ നാമത്തിൽ ചന്ദ്രൻ സുജാ ദമ്പതികളുടെ മകൾ രക്ഷ, ഈ കുഞ്ഞിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന യേശുവിന്റെ നാമത്തിൽ ഉന്നതമായി പഠിക്കുവാനുള്ള ജ്ഞാനത്തെ നീ തുറന്നു കൊടുത്താൽ അനുസരണം ദൈവമുള്ള
ഞങ്ങൾ യേശുവിൻ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. രാജേന്ദ്രൻ ലീല ദമ്പതികൾ നെയ്യാറ്റിൻകര എന്ന് വിളിച്ചിരിക്കുന്നു. മകൻ ആദിൻ 9ാം സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു. അതുപോലെ ആതിര MSc മാത്സിന് പഠിച്ചുകൊണ്ടിരിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ കർത്താവേ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുകയാണ്. കർത്താവേ നിന്റെ കര അവരോട് കൂടെ ഇരിക്കണമേ. യേശുവിന്റെ നാമത്തിൽ കർത്താവേ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരെ വളർന്നു വരുവാൻ ദൈവഭയത്തിലായിരിക്കാം. കർത്താവേ അവർക്ക് വേണ്ട ബുദ്ധി നീ തെളിയിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ. ജോസഫ് ദമ്പതികൾ പത്തനംതിട്ടയിൽ വിളിച്ചിരിക്കുന്നു. വിദ്യ എന്ന കുഞ്ഞ് പഠിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ കുഞ്ഞിന് ദൈവിക കൃപ കൊണ്ട് പരിപാലിക്കണം. അനർത്ഥം വിസ്തൃതമാക്കാതെ ദൈവകൃപയിൽ അവർ വർദ്ധിച്ചു വരുവാൻ അനുഗ്രഹിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. റോബി അനു ചെങ്ങന്നൂർ എന്ന് വിളിച്ചിരിക്കുന്ന മക്കളായ അലീന റോജി ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ കർത്താവേ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുകയാണ്. കർത്താവേ ദൈവിക സ്വാതന്ത്ര്യം കർത്താവ് കുഞ്ഞുങ്ങളെ മേൽ കർത്താവ് ഉണ്ടാവട്ടെ. ദൈവിക ഭക്തി ഈ കുഞ്ഞുങ്ങൾ വളർന്നു വരുവാൻ നല്ല അനുസരണത്തോടായിരിക്കാൻ കർത്താവേ ദൈവ കർത്താവ് കൃപയും എല്ലാ കാര്യങ്ങളും പഠിച്ചെടുക്കുവാൻ ദൈവിക ശേഷികൾ വരെ നിനക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ ഭാവി ജീവിതത്തെ എല്ലാം നീ അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം. ആ കുടുംബത്തെ നീ അനുഗ്രഹിക്കുമാറാണമേ. യേശുവിന്റെ നാമത്തിൽ. സത്യദാസ് തിരുവനന്തപുരത്ത് നിന്ന് വിളിച്ചിരിക്കുന്നു. എബിൻ 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അമൽ 5ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഞങ്ങൾ ഈ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ ദാനങ്ങൾ കൊണ്ട് കുഞ്ഞുങ്ങളെ നിറച്ചാട്ട് മാതാപിതാക്കൾക്ക് ഒരു അനുഗ്രഹമായി, സമൂഹത്തിന് ഒരു അനുഗ്രഹമായി, കർത്താവിന് വേണ്ടി അധികം വർദ്ധിച്ചു വരുന്നവരെ തീരുവാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ. നമ്മുടെ രാജ്യം പോലെ തന്നെ മറ്റനേക രാജ്യങ്ങളും നേരിടുന്ന ഏറ്റവും വലിയ ക്രൈസിസിൽ ഒന്ന് ലീഡർഷിപ്പ് ക്രൈസിസ്. ശരിയായിട്ടുള്ള നേതൃത്വം, ക്വാളിറ്റേറ്റീവ് ലീഡേഴ്സ്, ഗുണപരമായി ശേഷിയുള്ള ലീഡേഴ്സ് ഇല്ലാത്ത പ്രയാസം എല്ലാ രാജ്യങ്ങളിലും നേരിടുന്നുണ്ട്. ഇന്ന് നമ്മോടൊപ്പം ലീഡർഷിപ്പിനെ കുറിച്ച് ക്ലാസ്സസ് എടുക്കുവാൻ തീർച്ചയായിട്ടും മിസ്റ്റർ ടോം തോമസ് തെക്കേൽ ഒരു കൺസൾട്ടൻ്റാണ്. ട്രെയിനിങ് ഡെവലപ്മെൻറ്റിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ഒരു മാന്യ അദ്ദേഹം നമ്മോടൊപ്പം ഉണ്ട്. അദ്ദേഹം അടുത്ത സെഷൻ നമ്മോട് എടുക്കുന്നതായിരിക്കും. തീർച്ചയായിട്ടും നമ്മുടെ ടീച്ചേഴ്സ് തിരിച്ചു വരും. അതിനു മുമ്പായിട്ട് മിസ്റ്റർ ടോം, ലീഡർഷിപ്പ് ക്രൈസിസ് ഈസ് വൈഡ്ലി സീൻ ഓൾ ഓവർ. So what would be your answer to that? Leadership, first of all, has to be defined as what everybody perceives as leadership. നേതൃത്വം എന്നത് ശരിക്കും നിർവചിക്കണം. മനസ്സിലാക്കണം. ഒന്ന് നിർവചിക്കണമോ അതോ റീഡിഫൈൻ ചെയ്യണമോ? I think redefinition is better. Redefinition, because already we see the leadership. നമ്മൾ ഒത്തിരി ലീഡർഷിപ്പ് കാണുന്നുണ്ട്. Correct. പക്ഷേ ഇഫക്റ്റീവ് ആണോ അല്ലയോ എന്ന് that is left for the people who are experiencing it to talk about it. My understanding on that is, could it be this present generation is redefining the leadership, the whole outlook of leadership today? I think so. The present generation is looking for leadership in its own and truest form, which has never changed actually. But what we have seen over... So what you have used that word is true leadership, right? In its genuine form. In its genuine form. തീർച്ചയായിട്ടും അതൊരു നല്ല കാര്യമാണ് സാർ പറഞ്ഞത്. ഇന്നത്തെ ജനറേഷൻ നോക്കിക്കൊണ്ടിരിക്കുന്ന നേതൃത്വം എന്ന് പറയുന്നത് ജെനുവിനായിട്ടുള്ള, വളച്ചുകെട്ടില്ലാത്ത, മറവുകളില്ലാത്ത, Absolutely. അല്ലേ? Nothing hidden. ജനറേഷൻ അങ്ങനെയുള്ള ഒരു ലീഡർഷിപ്പ്. വെരി ട്രൂ. Come on, talk to us please. So leadership defined by Ken Blanchard goes like this. Anytime you try to influence the thinking, behavior and actions of another person and development of another person, you are exhibiting leadership. Anytime you think you exhibit behaviors that influence action, ഞാനൊന്ന് development. തർജ്ജമ ചെയ്തോട്ടെ. മറ്റുള്ളവരുടെ തീരുമാനങ്ങളെ, ചിന്തകളെ, പ്രവൃത്തികളെ, Yes. തീരുമാനശേഷിയെ സ്വാധീനിക്കുന്ന ഒരു ലെവലിലേക്ക് Is leadership. നമുക്ക് വരാൻ കഴിഞ്ഞാൽ നമ്മളൊരു ഇഫക്റ്റീവ് ലീഡറാണ്. Yes. So the best person who has done that, to my knowledge, is Jesus Christ. ആ ക്വാളിറ്റി ഉള്ള ഏക ലീഡർ ഞാൻ കണ്ടിട്ട് ഇത്ര കാലം കണ്ടിട്ടുള്ള യേശുക്രിസ്തു മാത്രമാണ്. is Jesus. My goodness, എത്ര ശ്രേഷ്ഠമായ ഒരു പാഠമാണ് എന്ന് മിസ്റ്റർ ടോം തോമസ് നമ്മോട് പറയുന്നത്. ജീസസ് the greatest leader of all times. So what Christ actually did was he defined leadership depending, he set clear values. He defined and ordered what people should function and live by. So for Jesus, leadership was
more of values. values, defining and ordering what people should live by. So his leadership is always open, like Is which is open. truly defined. It was very transparent. My God. And then once it was transparent, that means whatever is in his heart, in his vision, was very transparently laid down. Then he defined it step by step. യേശുവിൻ്റെ നേതൃത്വമായിരുന്നു ധാരാളം കോർപ്പറേറ്റ്സ് കമ്പനികളിൽ ഹൈ പ്രൊഫൈൽ ആളുകൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ലീഡർഷിപ്പിൻ്റെ ക്ലാസ് എടുക്കുന്ന ഒരു ബഹുമാനപ്പെട്ട സാറ് നമ്മുടെ കൂടെ ഇന്ന് പകൽ മിസ്റ്റർ ടോം തോമസ് തെക്കേൽ നമ്മുടെ കൂടെ ഉള്ളത്. പ്രേയിങ് കേരളയിലൂടെ ഞങ്ങൾ ഒന്നിച്ച് പരിചയപ്പെട്ടു. ദൈവം ഈ കുടുംബത്തിൻ്റെ ഭാഗമാക്കി തീർന്നു. ഐ ബിലീവ് ഇറ്റ് ഈസ് ഗാഡ്സ് വർക്ക്, നത്തിങ് ബട്ട് ഗാഡ്സ് വർക്ക്. ദൈവത്തിൻ്റെ പ്രവൃത്തി മാത്രമാണ്. സോ ആസ് എ പേഴ്സൺ ഇൻ ലീഡർഷിപ്പ് അദ്ദേഹം നമ്മോട് പറഞ്ഞു തരുന്ന നോക്കിക്കേ, ഒരു തികഞ്ഞ ലീഡറായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് യേശുവിനെയാണ്. അതിനു മുമ്പ് അദ്ദേഹം പറഞ്ഞു, ഇന്നത്തെ ജനറേഷൻ ആവശ്യപ്പെടുന്ന പ്രതീക്ഷിക്കുന്ന ലീഡർഷിപ്പ്, നേതൃത്വം എന്ന് പറയുന്നത് വാല്യൂ ഓറിയന്റഡ്, ട്രൂലി ഡിഫൈൻഡ്, ഓർഡേർഡ്, സ്ട്രക്ചേർഡ് ഒരു ലീഡറിനെ, അത് യേശു മാത്രം. It's a very simple thing. ഞാൻ ഒരു കാര്യം ഉദ്ദേശിക്കുക എൻ്റെ ഒരു ഫോളോവറിൻ്റെ നിന്ന്, unless I tell him or her what to do, how to do, when it should be done, and what will be the final output before they start the work, what best can they have? എല്ലാവർക്കും നന്നാകണം, എല്ലാവർക്കും they want success, everybody wants to be good at what they do, but ഇന്നത്തെ what's your opinion? ഇന്നത്തെ ലീഡർഷിപ്പിലുള്ള എല്ലാവരും some are big, some are small levels. അതിൽ എല്ലാവരെ കുറിച്ചും സാറിന് പറയാൻ പറ്റുമോ? എല്ലാവരും ശരിയായ രീതിയിലാണ് ആ ലീഡർഷിപ്പിൽ എത്തിയിരിക്കുന്നത് പറയാൻ പറ്റുമോ? I won't say so. I won't agree with it. I won't agree with that. Indeed, I agree with you. Because ഒത്തിരി കാര്യത്തിൽ ഇന്നത്തെ കോർപ്പറേറ്റ് മേഖലയിൽ പല സാഹചര്യത്തിൽ ആൾക്കാരില്ലാത്തതുകൊണ്ട് അങ്ങ് തള്ളിക്കയറ്റുക. ഓക്കെ, അങ്ങനെയുള്ള സ്ഥിതിയിൽ ഇന്ന് സപ്പോസ് എന്നെ പോലുള്ള ഒരാൾക്ക്, അല്ലെങ്കിൽ ഇന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിദ്യാർത്ഥി, എപ്പോഴും എല്ലാവരുടെയും ആഗ്രഹം എന്ന് പറയുന്നത് 100% സക്സസ് ആണ്. ദ ഹോൾ വേൾഡ് ഈസ് ആഫ്റ്റർ സക്സസ് അല്ലേ? അപ്പൊ ആ വിജയത്തിൽ എത്തുന്ന ഒരു വ്യക്തിയുടെ ഉള്ളിലൊരാഗ്രഹമുണ്ട്, ഐ ഷുഡ് ബി ഓർ ഐ മസ്റ്റ് ബി an effective, successful leader. Could you suggest some lessons that we can learn from you that would help us to become an effective, successful leader? The first lesson I would recommend is basically go through the 4 Gospels. 4 Gospels. Gospels are in the Bible. That's right. My God. ഇന്നത്തെ ലോകത്തിൽ ഒരുപാട് ബുക്സ് ഓൺ ലീഡർഷിപ്പ് ഉണ്ട്. ആൻഡ് ആസ് എ ലീഡർഷിപ്പ് പേഴ്സൺ താങ്കൾ പറയുന്ന ബൈബിളിലേക്ക് പോകാൻ, ഈ 4 ഗോസ്പലില് 4 പേര് എഴുതിയ ഒരാളെ പറ്റിയ യേശു ക്രിസ്തു. And whatever he did, നമ്മൾ dissect it and read. What did he do? എന്തോ ചെയ്തു, എന്തോ സാഹചര്യം. Yes, the Bible is incomplete probably because of the scenario at which Bible is come. But if you look at whatever little instances are recorded, you will see clear instances of leadership that Christ has exhibited. അപ്പോൾ സാറ് പറയുന്നത് ലീഡർഷിപ്പിന്റെ ശരിയായ പാഠങ്ങൾ ഒരാൾക്ക് മനസ്സിലാകണമെങ്കിൽ മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ എന്നീ 4 പുസ്തകങ്ങൾ ഉള്ളടക്കം ചെയ്തിരിക്കുന്ന ബൈബിളിന്റെ പുതിയ നിയമഭാഗത്തേക്ക് പോകണം. Absolutely. കറക്റ്റ്. ആദ്യമായിട്ട് ഒരാൾ അങ്ങനെ പറയുന്നത് ഞാൻ കേൾക്കുന്നു. ഇത്രയും ലോകത്തിന്റെ അനേക രാജ്യങ്ങളിൽ പല കോൺഫറൻസുകൾ, സെമിനാറുകളൊക്കെ എനിക്ക് പങ്കെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഒരു എക്സാമ്പിൾ പറയാനാണെങ്കിൽ യേശു ക്രിസ്തു 10-12 പേരെ തിരഞ്ഞെടുത്തു. 12 പേരെ പിന്നെ അവരെ പറഞ്ഞു വിട്ടു. He gave them first a very clear set of instructions. Go, do not carry extra cloak, do not carry a money bag, just carry a stick, don't carry extra sandals. Instructions, very clear instructions. Wherever you're welcome, stay there till the end. If you're not welcome, leave quietly. Very clear instructions. Cast out devils, heal the sick. Clear instructions in the name of the Father, the Son. It's very clear instructions. ഇന്നത്തെ കാലത്ത് ഞാൻ കാണാത്ത ലീഡർഷിപ്പ് ഇതാ. പലരോട് പറയും, ഇതാ പണി പോയി ചെയ്തോ. എങ്ങനെ ചെയ്യണം, എന്തുവാ ചെയ്യേണ്ടത്, എന്തോ അവസാനത്തെ പിക്ചർ അത് ക്ലിയർ ആയിട്ട് ഡിഫൈൻ ചെയ്യുന്നില്ല. My God.
ഞാൻ ചുരുക്കം സന്ദർഭങ്ങളിൽ കോർപ്പറേറ്റ്സിൽ ജോലി ചെയ്യുന്ന ആളുകളുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യാനും അവരുടെ ക്ലാസ്സുകൾ പങ്കെടുക്കാനും സെമിനാർ എടുക്കാനും എനിക്കിടയായിട്ടുള്ളൂ. അപ്പം ഇന്ന് അത്രയും വലിയ വലിയ സ്ഥാപനങ്ങളിൽ ആയിരക്കണക്കിന് സ്റ്റാഫ് ജോലി ചെയ്യുന്നിടത്തൊക്കെ സാർ ഇപ്പോൾ പറയുന്നത് വളരെ കറക്റ്റ് ആണോ? ലൈക്ക് എല്ലായിടത്തും വ്യക്തത ഇല്ല എന്ന് പറഞ്ഞ് ശരിയായിരിക്കുമോ? ഈ ഒരു ലീഡറിൻ്റെ അടിയിൽ വാട്ട് എവർ ലെവൽ ഹി മൈറ്റ് ബി, ജൂനിയർ ലെവൽ മാനേജർ ഓർ സീനിയർ ലെവൽ, ഈ ലീഡറിൻ്റെ അടിയിലുള്ള ആൾക്കാരോട് ഇൻഡയറക്റ്റ് ആയിട്ട് ചോദിക്കുമ്പോഴേ മനസ്സിലാവും അവർക്കുള്ള പ്രയാസങ്ങൾ ടു എക്സിക്യൂട്ട് ദ ജോബ്. See, when they are not clear, they want to do a good job. First, remember that. Everybody wants to be successful. But when they are not clear what is expected from my boss, what do I do? So unlike present day leadership and the former leadership, Jesus is a genuine 100%. Come on. എത്ര നല്ല ഉദാത്തമായ പാഠമാണ് ഇന്ന് ടോം സാർ നമ്മളെ പഠിപ്പിക്കുന്നത്. പഠിക്കുന്ന വിദ്യാർത്ഥികളെ, പ്രൊഫഷണൽ കോഴ്സസിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നവരെ, അല്ലെങ്കിൽ അതിനുവേണ്ടി ആസ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നവരെ, ഐ ടെൽ യു, ഒരു നല്ല മാതൃക, ഒരു ഇഫക്റ്റീവ് ലീഡറാകാൻ, ഒരു സക്സസ്ഫുൾ ലീഡറായി മാറുവാൻ നമുക്ക് ഏറ്റവും ശ്രേഷ്ഠമായൊരു മാതൃക യേശു തന്നെയെന്ന് ലീഡർഷിപ്പ് രംഗത്ത് ക്ലാസ്സുകൾ എടുത്തുകൊണ്ടിരിക്കുന്ന മിസ്റ്റർ ടോം തോമസ് തെക്കേൽ നമ്മെ അറിയിക്കുന്നു. തീർച്ചയായിട്ടും വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്ക് സാറേ വീണ്ടും നമുക്ക് തിരിച്ചു വരാം. ധാരാളം ആളുകൾ ടെലിഫോൺ ലൈനിൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ തന്നെ തോമസ് ആണ് ശോഭ വിളിച്ചിരിക്കുന്നത്. അവരുടെ മക്കൾ ജോയൽ ഹാർഡ്വെയർ ചെയ്യുന്നു, ജോബി എഞ്ചിനീയറിംഗിന് പഠിക്കുന്ന. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കർത്താവേ, ഞങ്ങൾ ഒന്നിച്ച് ജോയലിന് വേണ്ടി ജോബിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കുഞ്ഞുങ്ങൾ ഇരുവരുടെയും വിദ്യാഭ്യാസം അനുഗ്രഹിക്കപ്പെട്ട നല്ല ഭാവി ഉണ്ടാകട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ. കൊച്ചുമോളും ഞങ്ങൾ ഒന്നിച്ച കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. നല്ലൊരു കോളേജിൽ അഡ്മിഷൻ ലഭിക്കേണ്ട പ്രാർത്ഥിക്കണം. വിദ്യാഭ്യാസങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. മാതാപിതാക്കൾ അനുഗ്രഹമായി മാറട്ടെ. എല്ലാ മേഖലയും അനുഗ്രഹിക്കപ്പെട്ട യേശുവിന്റെ നാമത്തിൽ തന്നെ. കൊല്ലത്തുനിന്ന് ലാലി തോമസ് പിള്ളை ആൻഡ് എലിസബത്ത് വിളിച്ചിരിക്കുന്നത്. അവരുടെ മക്കൾ നീതൻ തോമസ് പിള്ളை 6ാം ക്ലാസ്സിൽ പഠിക്കുന്നു. പ്രാർത്ഥിക്കണം. കർത്താവേ, ഞങ്ങൾ ഒന്നിച്ച് നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ കൃപയും പരിപാലനവും അവർ മേൽ ഉണ്ടാകട്ടെ. ഉന്നതമായ വിദ്യാഭ്യാസം ജ്ഞാനവും നൽകി കൊടുക്കണം യേശുവിൻ നാമത്തിൽ തന്നെ. ഷാജിയും റീനയും വിളിച്ചിരിക്കുന്നു. 4th സ്റ്റാൻഡേർഡ് പഠിക്കുന്ന ഷെറിന്, 2nd സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന ഷിജിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഞങ്ങൾ ഒന്നിച്ച് കർത്താവെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നപ്പ സ്വർഗീയ ജ്ഞാനം കൊണ്ട് കുഞ്ഞുങ്ങളെ നിറയ്ക്കണമേ. ദൈവകൃപയിൽ പൊതിയണമേ. ശ്രേഷ്ഠമായ ഭാവി കൊടുക്കണമേ യേശുവിന്റെ നാമത്തിൽ തന്നെ. കൊല്ലത്തുനിന്ന് രാജീവ് അൻഷേവ വിളിച്ചിരിക്കുന്നത്. അവരുടെ മകൾ ബേബ സൂസൻ പ്ലേ സ്കൂളിൽ പോകുന്നു. പ്രാർത്ഥിക്കണം. കർത്താവ്, ഞങ്ങൾ ഒന്നിച്ച് പൈതലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവൾ കർത്താവ് സ്കൂളിലേക്ക് കടന്നു പോകുന്നല്ലോ. ദൈവമേ, നിന്റെ കൃപ കൂടെ ഇരിക്കണം. മുൻപോട്ടുള്ള വിദ്യാഭ്യാസത്തിൽ നീ മാനിക്കണം, ഉയർത്തണം. കൃപയ്ക്കുള്ളിൽ പൊതിഞ്ഞു പരിപാലിക്കണം യേശുവിൻ നാമത്തിൽ തന്നെ. വിളിച്ചിരിക്കുന്നു. അമീഷ് പ്ലസ് 2 പഠിക്കുന്നു. അജീഷ 10ൽ പഠിക്കുന്നു. കർത്താവേ, ഞങ്ങൾ ഒന്നിച്ച് കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, പുതിയ വർഷം എല്ലാ മേഖലയിലും ഏറ്റവും അനുഗ്രഹമായി സ്വർഗീയ ജ്ഞാനം കൊണ്ട് കുഞ്ഞുങ്ങളെ നിറയ്ക്കണമേ യേശുവിന്റെ നാമത്തിൽ തന്നെ. കോട്ടയത്തുനിന്ന് ജേക്കബ് അൻഡ്രസ് വിളിച്ചിരിക്കുന്നു. അവരുടെ മക്കൾ ജോയൽ ജേക്കബ് LKGയിൽ, ദിവ്യ സൂസൻ UKGയിൽ പഠിക്കുന്നു. കർത്താവേ, ഞങ്ങൾ ഇരു കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ വിദ്യാഭ്യാസ ജീവിതം ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. മുൻപോട്ട് അനേകർക്ക് ഒരു അനുഗ്രഹമായി വിദ്യാഭ്യാസം ഉയർത്തണം, മാനിക്കണം, നല്ല ഭാവി നൽകണം യേശുവിൻ നാമത്തിൽ തന്നെ. പഠിക്കുന്നു. സാന്ദ്ര 10ൽ പഠിക്കുന്നു. കർത്താവേ, ഞങ്ങൾ ഒന്നിച്ച കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഉന്നത ഭാവി കുഞ്ഞുങ്ങൾ ജ്ഞാനം കൊണ്ട് കുഞ്ഞുങ്ങളെ നിറയ്ക്കണമേ. എല്ലാമേ അനുഗ്രഹമായി മാറട്ടെ കർത്താവേ യേശുവിന്റെ നാമത്തിൽ തന്നെ. കോട്ടയത്ത് നിന്ന് റെജി ആൻഡ് ശാന്തി വിളിച്ചിരിക്കുന്നു. അവരുടെ മകൾ ഷാരോൺ പ്ലസ് 2 പഠിക്കുന്നു. പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾ ഒന്നിച്ച് ഷാരോണിന് പ്രാർത്ഥിക്കുന്നു. അവളെ കർത്താവ് പ്ലസ് 2 പഠനം അനുഗ്രഹിക്കപ്പെട്ട് ഉന്നതമായ വിജയം നൽകണം. അവർക്ക് മുമ്പോട്ടുള്ള പഠനത്തിൽ നീ കൂടെ ഇരിക്കണം, നല്ല ഭാവിയെ നൽകണം യേശുവിൻ നാമത്തിൽ തന്നെ. വിളിച്ചിരിക്കുന്നു. 4th പഠിക്കുന്ന ജോഷിന് വേണ്ടി, LKG പഠിക്കുന്ന റോഷിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഞങ്ങൾ ഒന്നിച്ച കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കർത്താവേ, സ്വർഗീയമായ ജ്ഞാനം കൊണ്ട് കുഞ്ഞുങ്ങളെ നിറയ്ക്കണമേ. ദൈവകൃപയിൽ പൊതിഞ്ഞാണ്ട് കർത്താവേ യേശുവിന്റെ നാമത്തിൽ തന്നെ. ആലുവെന്ന് സുരേഷ് വിളിച്ചിരിക്കുന്ന മകൾ സ്റ്റെഫി പ്ലസ് 2 പഠിക്കുന്നു. പ്രാർത്ഥിക്കണം. കർത്താവ്, ഞങ്ങൾ ഒന്നിച്ച് സ്റ്റെഫി അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. മകളുടെ പഠനത്തിൽ അങ്ങ് കൂടിയിരിക്കണം. കർത്താവ് ഉന്നതമായ വിജയം നൽകണം. മുൻപോട്ടുള്ള എല്ലാ പഠനങ്ങളെ കൃപയ്ക്കുള്ളിൽ അങ്ങ് പൊതിയണം. കർത്താവ് അനുഗ്രഹിക്കട്ടെ, ഭാവി നൽകി കൊടുത്താട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ. തീർച്ചയായിട്ടും പ്ലസ് 2 കഴിഞ്ഞ വിദ്യാർത്ഥിനികൾ ധാരാളം പത്രങ്ങൾ ഇൻ്റർനെറ്റിലൂടെയും നടക്കുന്ന എല്ലാ കോഴ്സസിനെ കുറിച്ചുള്ള വിവരങ്ങളെല്ലാം ശേഖരിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഒരു സന്ദർഭത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. വലിയ ആങ്സൈറ്റി,
പേരൻസിനുമുണ്ട്, വിദ്യാർത്ഥികൾക്കുമുണ്ട്. തീർച്ചയായിട്ടും ഞങ്ങൾ അനുഭവത്തോട് ഇങ്ങനെ വിളിച്ചു പറയട്ടെ, നമ്മുടെ ഭാരം നമുക്ക് ഇറക്കി വെക്കാൻ ഉറപ്പുള്ള ഒരു അത്താണിയായിട്ട് യേശുവുണ്ട്. അതിൻ്റെ ഉള്ള പ്രയോജനം നമ്മെ സകല സത്യത്തിലും അവിടുന്ന് നമ്മെ വഴി നടത്തും. തീർച്ചയായിട്ടും ഇന്ന് ഉച്ച കഴിഞ്ഞ് ഈ സ്റ്റുഡിയോയിൽ നമ്മോടൊപ്പം മാതാപിതാക്കളുടെ കുഞ്ഞുങ്ങളുടെ ഭാവിയെ ഓർത്ത് തീ തിന്നുന്നവരുണ്ട്. കാരണം നട്ടല് വളഞ്ഞാണ് പലരും ജോലി ചെയ്യുന്നത്. വിയർത്തൊഴുകി വെയിലുകൊണ്ട് ഓഫീസുകളിൽ രാപകലുകൾ ഉറക്കമില്ലാതെ കഷ്ടപ്പെട്ട് മറ്റു രാജ്യങ്ങളിൽ അലഞ്ഞ് ആണ് അനേകർ പണമുണ്ടാക്കി കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നത്. സോ ആ പേരൻസ് എപ്പോഴും അവരുടെ കുഞ്ഞുങ്ങളുടെ ഭാവിയെക്കുറിച്ച് തീർച്ചയായിട്ടും ആശങ്കയുള്ളവരായിരിക്കും. നമ്മോടൊപ്പം ഇന്ന് ശാന്തമ്മ ടീച്ചർ നമ്മോട് കൂടെ ഈ സ്റ്റുഡിയോയിലുണ്ട്. തീർച്ചയായിട്ടും ടീച്ചറും ഒരു പേരന്റ് എന്ന നിലയിൽ അധ്യാപികയാണ്. അപ്പോൾ തന്നെ ഒരു പേരന്റ് എന്ന നിലയിൽ കുഞ്ഞുങ്ങളുടെ ഭാവിയെക്കുറിച്ച് ആശങ്കയിലിരിക്കുന്ന പേരൻസിനോട് ടീച്ചറിന് എന്താ പറയാനുള്ളത്? സദൃശവാക്യം 22:22 നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക. വൃദ്ധരായാലും അവനത് വിട്ടുമാറുകയില്ല. ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക, വൃദ്ധനായാലും അവനത് വിട്ടുമാറുകയില്ല. അപ്പോൾ തീർച്ചയായും പേരന്റിന്റെ കടമ എന്ന് പറയുന്നത് കുട്ടി നടക്കേണ്ടുന്ന നല്ല വഴിയിൽ സഞ്ചരിക്കാൻ അവനെ അഭ്യസിപ്പിക്കുക എന്ന് തന്നെയാണ്. എപ്പോഴും ബാലനായിരിക്കുമ്പോൾ തന്നെ, കൊച്ചു കുട്ടി ആയിരിക്കുമ്പോൾ തന്നെ നടക്കേണ്ടുന്ന വഴിയിൽ നല്ല വഴികളിൽ സഞ്ചരിക്കാൻ അവനെ അഭ്യസിപ്പിക്കുക എന്ന് തന്നെയാണ് ഒരു പേരന്റ്. നമ്മുടെ സമൂഹത്തിൽ നേരത്തെ തൊട്ട് ഒരു പറഞ്ഞിട്ടുണ്ട്, കതിരെ കൊണ്ടൊന്ന് വളം വെച്ച് പ്രയോജനമില്ല, വാഴ കുലച്ച് കഴിഞ്ഞിട്ട് വളമിടുകയായിരുന്നു. എത്ര ശ്രേഷ്ഠമായ പാഠമാണ് എന്ന് മാതാപിതാക്കളായ നമ്മളോട് ശാന്തമ്മ ടീച്ചർ സംസാരിക്കുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങളെ ചെറുപ്രായത്തിൽ തന്നെ അവർ നടക്കേണ്ടുന്ന വഴി കണ്ടെത്തിക്കൊണ്ട് അവർക്ക് അത് പാലിക്കുവാൻ അവർക്ക് നിർദ്ദേശങ്ങൾ നൽകുക. അടുത്തത് കുട്ടിയെ സംബന്ധിച്ച് അവന്റെ പ്രാഥമിക വിദ്യാലയം എന്ന് പറയുന്നത് അവന്റെ വീടാണ്. കാരണം അവിടെ വെച്ചാണ് അവൻ എല്ലാ നല്ല ഗുണങ്ങളും ശീലങ്ങളും അഭ്യസിക്കുന്നത്. അവന്റെ മാതൃകയായ ആ പ്രാഥമിക അധ്യാപകൻ എന്ന് പറയുന്നത് പേരന്റ് തന്നെയാണ്. അപ്പൊ കുട്ടി അവര് ചെയ്യുന്നത്, കാണുന്നത്, അവൻ കേൾക്കുന്നത്, അതിലൂടെ ആയിരിക്കും അവൻ ഈ നല്ല മൂല്യങ്ങളെല്ലാം നേടിയെടുക്കുന്നത്. ഒരാളുടെ വീട്ടിൽ നിന്നാണ് ആദ്യത്തെ പാഠങ്ങൾ ഒരു കുട്ടി പഠിക്കുന്നത്. ഇന്ത്യയിൽ മാത്രമാണോ അതോ വേറെ എല്ലാ രാജ്യം? എല്ലായിടത്തും അങ്ങനെ തന്നെയാണ്. കാരണം അതാണ് പറയുന്നത്, വൃദ്ധനായാലും അത് വിട്ടു മാറുന്നില്ല. ഒരു യൂണിവേഴ്സൽ ട്രൂത്ത് ഇന്ന് ശാന്തമ്മ ടീച്ചർ നമ്മളോട് പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ വീടുകളാണ് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ആദ്യ. കാരണം അവൻ ആ ചെറുപ്പകാലങ്ങളിൽ ഇത് നേടിയെടുക്കാനുള്ള ഏറ്റവും നല്ല സമയം എന്റെ ബാല്യകാലം. അതുകൊണ്ട് ബൈബിൾ കൃത്യമായി പറഞ്ഞിരിക്കുന്നു, ബാലൻ നടക്കേണ്ടുന്ന വഴി. എത്ര ശ്രേഷ്ഠമായ ഒരു പാഠമാണ്. ഇനിയും മാതാപിതാക്കളോട്, ഇന്നത്തെ മാതാപിതാക്കൾ ഒരുപാട് ആശങ്കയിലായിരിക്കുന്നു. ഞാൻ നേരത്തെ സംസാരിച്ചു കഴിഞ്ഞു. എന്തെങ്കിലും അടുത്ത പാഠങ്ങൾ മാതാപിതാക്കളോട് സംസാരിക്കാനായിട്ട്? തീർച്ചയായും ഉണ്ട്. അപ്പോഴും നല്ല മാതൃകകളായി മാതാപിതാക്കൾ മാറണം. കാരണം കുട്ടികൾ എപ്പോഴും ഇങ്ങനെ അനുകരണ വാസനയുള്ളവരായിരിക്കും. അപ്പൊ ഈ ബാല്യകാലത്തെ കുട്ടികൾ അച്ഛനമ്മമാരിൽ നിന്ന് നേടുന്ന ഈ കഴിവുകൾ തീർച്ചയായും അവർ കാണുന്ന ഒരു മാതൃകയാക്കാൻ കൂടുതൽ സാധ്യതയാണ്. അതുകൊണ്ട് തീർച്ചയായും നല്ല മാതൃകകളായ ഒരു പേരൻസിന് മാത്രമേ നല്ലൊരു കുട്ടികളെ അല്ലെങ്കിൽ നല്ല കഴിവുകളുള്ള ഒരു കുട്ടിയെ വാർത്തെടുക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ബാല്യകാലത്ത് നേടുന്ന ശേഷികൾ മാത്രമേ വൃദ്ധനായാലും നിൽക്കുള്ളെന്നാണ് ബൈബിൾ കൃത്യമായി നമ്മളെ പറഞ്ഞു തരുന്നുണ്ട്. എത്ര ശ്രേഷ്ഠമായ പാഠങ്ങൾ അങ്ങനെയാണെങ്കിൽ ബൈബിൾ പറയുന്നത്. മാതാപിതാക്കളെ സദൃശവാക്യങ്ങൾ 31 അധ്യായങ്ങളുണ്ട്. തീർച്ചയായിട്ടും മാതാപിതാക്കളും വിദ്യാർത്ഥികളും ഒരുപോലെ ഒരു മൾട്ടി വൈറ്റമിൻ രാവിലെ നമ്മൾ കഴിക്കുന്നത് പോലെ, ആഹാരത്തിന് ശേഷം നമ്മൾ കഴിക്കുന്നത് പോലെ രാവിലെ എഴുന്നേറ്റ് ബ്രഷ് ചെയ്ത് കഴിച്ചിട്ട് ജോലിക്കോ അല്ലെങ്കിൽ പഠനത്തിനോ പോകുന്നതിനു മുമ്പ് ഒരധ്യായം സദൃശവാക്യങ്ങൾ എടുത്ത് വായിച്ചാൽ തീർച്ചയായിട്ടും ഇതുപോലുള്ള നമ്മുടെ ജീവിതത്തിന് നല്ല വഴികാട്ടിയാകുന്ന ദൈവത്തിൻ്റെ ശ്രേഷ്ഠമായ വചനങ്ങൾ നമുക്ക് എന്നും അനുഗ്രഹമായിരിക്കും. ബൈബിളിൽ എഴുതിയിരിക്കുന്നത് യഹോവ ഭക്തി. ടീച്ചറിന് ഇതറിയാം. യഹോവ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാകും. നമ്മുടെ കുഞ്ഞുങ്ങൾ ആ നിലയിൽ വളരുന്ന ഒരു അന്തരീക്ഷം നമുക്ക് സൃഷ്ടിച്ചു കൊടുക്കണം. അന്തരീക്ഷം എന്ന് പറഞ്ഞപ്പോഴ് തീർച്ചയായും കുടുംബത്തിലെ നല്ലൊരു പഠനാന്തരീക്ഷം, മെച്ചപ്പെട്ട അന്തരീക്ഷം കാത്തു സൂക്ഷിക്കുന്നതിൽ രക്ഷിതാക്കൾക്ക് പ്രധാന പങ്കുണ്ട്. കാരണം മെച്ചപ്പെട്ട അന്തരീക്ഷം എന്ന് പറയുന്നത് അവർക്ക് നിർഭയമായി സമാധാനപരമായി കഴിയുന്ന ഒരു അന്തരീക്ഷം
അന്തരീക്ഷം എന്ന് തന്നെ നമ്മൾ അർത്ഥമാക്കുക. കാരണം ടീച്ചർ അതൊന്നുകൂടെ ഒന്ന് വ്യക്തമാക്കുക. ഞങ്ങൾക്ക് ഇവിടെ വരുന്ന ടെലഫോണുകളിൽ ഒരുപാട് കുഞ്ഞുങ്ങൾ വിളിച്ച് ടെലഫോണിൽ കരയാറുണ്ട്. അച്ഛൻ മദ്യപാനിയാണ്, അല്ലെങ്കിൽ വീട്ടിനകത്ത് എന്നും ബഹളമാണ്, ഒരുപാട് പിന്നെ പണമില്ലായ്മ. അപ്പം ഇല്ലാതെ വരുന്നതിനെ പേരൻസ് ബോധപൂർവം അല്ലാതെ മറ്റു പല കാര്യങ്ങൾ ഇടപെടേണ്ടി വരുന്നു. അങ്ങനെ അത് നിമിത്തം കേസുകളായി, വഴക്കുകളായി, അയൽവക്കക്കാരുമായി പ്രശ്നങ്ങളായി എന്ന് വേണ്ട. അതിൻ്റെ നടുവിൽ പഠിച്ചുയരണമെന്ന് ആഗ്രഹിക്കുന്ന നൂറുകണക്കിന് കുഞ്ഞുങ്ങളുണ്ട്. ഇപ്പം ടീച്ചർ ആ അന്തരീക്ഷത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ വീടിൻ്റെ അന്തരീക്ഷം അത് ശരിക്കും വീടിനൊരു നല്ല അന്തരീക്ഷം കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്നത് മാതാപിതാക്കളാണ്. ഇന്നത്തെ മാതാപിതാക്കളോട് അതിനെക്കുറിച്ച് ഒന്നുകൂടെ ഞങ്ങളോടൊന്ന് വിവരിക്കുമോ? തീർച്ചയായിട്ടും കമോൺ. പ്രധാനമായും നമ്മുടെ വീടുകളിലൊന്നും ദൈവഭയം വളരെ കുറവാണ്. ദൈവത്തെ ഭയമില്ല. കാരണം അതുകൊണ്ടാണ് കുട്ടി പഠിക്കാൻ പുസ്തകം തുറന്നിരിക്കുമ്പോഴാണ് അച്ഛൻ ദേ വരുന്നു മദ്യപാനം. കുട്ടിയുടെ അന്തരീക്ഷം മാറിയില്ലേ? ടീച്ചർ എവിടെ പഠിപ്പിക്കുന്നത്? ഞാനിപ്പോൾ പീരുമേട് ഗവൺമെന്റ് ഹൈസ്കൂളിലെ ടീച്ചർ. കമോൺ. എന്നിട്ട് അവിടെ ഉള്ള കുട്ടികൾ ഇതുപോലുള്ള സാഹചര്യങ്ങളിലൂടെ പോകുന്നുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. അവിടെയുള്ള കുട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 മീഡിയം, തമിഴ് മീഡിയം, കൂടുതൽ ഏതിൽ നിന്ന് വരുന്ന കുട്ടികളാണ്. തീർച്ചയായും അവിടുത്തെ രക്ഷിതാക്കളും ഇതുപോലെ മദ്യപാനം വേണ്ട കുട്ടി പഠിക്കാൻ പുസ്തകം തുറക്കുമ്പോൾ കണക്ക് ചെയ്യാൻ തുടങ്ങുമ്പോഴായിരിക്കും അച്ഛൻ്റെ വരവ്. അന്നത്തോടെ കുട്ടിയുടെ പഠനം കഴിയും. അപ്പോൾ തീർച്ചയായിട്ടും സമാധാനപരമായി, കാരണം നിർഭയമായി പഠിക്കാനുള്ള അന്തരീക്ഷം തീർച്ചയായും മാതാപിതാക്കൾ ഉണ്ടാക്കി കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. മാത്രമല്ല പഠനം തുടങ്ങുമ്പോഴായിരിക്കും അമ്മ ടി വി അമിതമായി ഓൺ ചെയ്തു. ടി വി അപ്പൊ അച്ഛൻ ഒരു ഭാഗത്ത് കുടിച്ചിട്ട് ബഹളം വെക്കുന്നു, അമ്മ വേറൊരു ഭാഗത്ത് ടി വി വെക്കുന്നു. അച്ഛനും അമ്മയും തമ്മിൽ കലക്കം. അപ്പോൾ തീർച്ചയായിട്ടും ആ കുട്ടിയുടെ ഭാവിയുടെ കാര്യം പിന്നെ നമുക്ക് പറയേണ്ടതില്ല. ടീച്ചറെ ഒരു ചോദ്യം. ഇപ്പം നമ്മൾ ടീച്ചിങ് ലെവലില് കുട്ടികൾക്ക് ഹോംവർക്ക് കൊടുക്കാറുണ്ട്. ഇപ്പോൾ പിറ്റേ ദിവസം രാവിലെ വരുമ്പോൾ ഇതുപോലൊരു പശ്ചാത്തലം ഒരു കുട്ടിയാണെങ്കിൽ മിക്കപ്പോഴും ഹോംവർക്ക് ചെയ്ത് കാണുന്നില്ല. അപ്പൊ ആ കുട്ടിയെ എങ്ങനായിരിക്കും ടീച്ചേഴ്സ് ഹാൻഡിൽ ചെയ്യുന്നത്? അപ്പൊ തീർച്ചയായിട്ടും ഒരു നല്ല ടീച്ചർ എന്ന നിലയിൽ തീർച്ചയായും ആ കുട്ടിയെ വിളിച്ച് അവന്റെ വീട്ടിലെ പ്രശ്നങ്ങൾ ഒരുപക്ഷെ തിരക്കാൻ ടീച്ചർ മനസ്സ് കാണിക്കാറില്ല. തീർച്ചയായും ചെയ്യേണ്ടത് അങ്ങനെ 1-2 പ്രാവശ്യം കുട്ടിയെ വിളിച്ച് തീർച്ചയായിട്ടും അവന്റെ കുടുംബത്തിന്റെ അന്തരീക്ഷം മനസ്സിലാക്കി സഹായിക്കാൻ കഴിയുന്ന ഒരു നല്ല മനോഭാവമാണ് ടീച്ചറിനുണ്ടാകേണ്ടത്. മാതാപിതാക്കളെ, നമ്മുടെ കുഞ്ഞുങ്ങൾ പഠിച്ച് വളർന്ന് നല്ല വിജയികളായി ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അവർ 100% വിജയികളായി നിൽക്കുവാൻ നമുക്ക് അവർക്ക് അനുകൂലമായ ഒരു സാഹചര്യം സൃഷ്ടിച്ചു കൊടുക്കാമെന്ന് ശാന്തമ്മ ടീച്ചർ നമ്മോട് നല്ല ഉപദേശം നൽകിക്കുന്നു. തീർച്ചയായിട്ടും ടീച്ചറെ നമുക്ക് തിരികെ വരണം. ധാരാളം വിദ്യാർത്ഥിനികളുടെ വിവരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങളുടെ വിദ്യാർത്ഥിനികളുടെ വിവരങ്ങൾ വിളിച്ചു പറയുക. തീർച്ചയായിട്ടും ദൈവത്തിന്റെ മക്കൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. പാങ്ങാനത്ത് നിന്ന് സാബു ഷെർലി ദമ്പതികൾ വിളിച്ചിരിക്കുന്നു. +2 കഴിഞ്ഞ് നിൽക്കുന്ന മകൾ സനു, 10th പഠിക്കുന്ന സ്നേഹ മക്കളെ പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ പ്രിയ മക്കളെ നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ആ മക്കൾക്ക് വേണ്ട ദൈവിക കൃപയാൽ അനുഗ്രഹിച്ച് നടത്തുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവർക്ക് വേണ്ട ദൈവിക ജ്ഞാനത നിറയ്ക്കുമാറാകണമേ. അവരുടെ ഭാവി ശോഭനമായ ജീവിതം പോകണം. കർത്താവേ, അവർ അനുഗ്രഹിക്കുന്നതിനായ സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ. ദമ്പതികൾ പന്തളത്ത് നിന്ന് വിളിച്ചിരിക്കുന്നു. സ്വർഗീയ ദാനങ്ങൾ കൊണ്ട് കുഞ്ഞുങ്ങളെ നിറച്ചാട്ട് ആത്മാവിന്റെ ശക്തിയോടെ പഠിച്ചുയർന്ന ഉന്നത നിലവാരം പുലർത്തുവാൻ ഞങ്ങൾ യേശുവിൻ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ. ജോസഫ് സില്ല ദമ്പതികളുടെ മകൻ അമൽ 10th പഠിക്കുന്നു. മകനെ പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ മകനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവിക കൃപയിലായിരിക്കും പൈതലിനെ നീ ഗൈഡൻസ് ചെയ്യുന്ന ദൈവമാക്കി അതിനെ വാഴ്ത്തി സ്തുതിക്കുന്നു. കുടുംബ ജീവിതം ധന്യമായി തീരുവാൻ നിന്റെ അടിയുറച്ചതായിരിക്കും. കുഞ്ഞുങ്ങളെ നീ അനുഗ്രഹിക്കുന്നതിനായി അത്ഭുത വിടുതലുകൾ അവരുടെ ജീവിതത്തിൽ വെളിപ്പെടട്ടെ. സമസ്ത മേഖലയിൽ ഉന്നത പദവി അലങ്കരിക്കുവാൻ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ. സാം സുനു ദമ്പതികൾ കളത്തിപ്പടയിൽ നിന്ന് വിളിച്ചിരിക്കുന്നു. മക്കളെ ഡേവിഡ്, സ്റ്റീഫൻ, ക്രിസ് 3 പേർക്ക് വേണ്ടി പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിൽ ശോഭനമായ ഒരു ഭാവി കുഞ്ഞുങ്ങളിൽ ഉണ്ടാവേണ്ടതിനെ പ്രാർത്ഥിക്കുന്നു. ദൈവിക ജ്ഞാനത്തിൽ, ദൈവിക കൃപയിൽ, കർത്താവെ ദൈവിക ബോധത്തിൽ ജീവിപ്പാൻ കുഞ്ഞുങ്ങളെ നീ നടത്തുന്നതിനായ സ്തോത്രം, നീ നയിക്കുന്നതിനായ സ്തോത്രം യേശുവിന്റെ നാമത്തിൽ. അങ്കപ്പൻ പൊന്നുമണി
കാട്ടാക്കടയിൽ നിന്ന് വിളിച്ചിരിക്കുന്നു. നിമ്മി നഴ്സിംഗ് പാസ്സായി. നമുക്കൊരു ടെലിഫോൺ വന്നിട്ടുണ്ട്. ഹലോ 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 അങ്കിളെ, ഞാനിത് ഇടുക്കി കട്ടപ്പനയാണ് വിളിക്കുന്നത്. ഇടുക്കി കട്ടപ്പനയെന്നാ വിളിക്കുന്നത്. കമോൺ. എൻ്റെ വിവാഹം നടന്നിട്ടില്ല. എനിക്ക് 30 വയസ്സ് പ്രായമായി. ഞാൻ എസ്എൻഡിപ്പിലാണ്. ഞാനിങ്ങനെ എൻ്റെ ഫ്രണ്ട്സൊക്കെ മുഖേനാണ് എനിക്ക് നല്ല സ്ഥാപിച്ചത്. അപ്പം ഞാൻ ഈ പത്രത്തിനകത്ത് കഴിഞ്ഞ ദിവസം ഈ നമ്പർ കണ്ടിട്ടാണ് വിളിച്ചത്. അപ്പം എനിക്കിപ്പോൾ ഒരു ഹലോ പറഞ്ഞാട്ട് വേഗം പറഞ്ഞോളൂ. എനിക്ക് ഒരു പ്രപ്പോസൽ വന്നിട്ടുണ്ട്. ഈ ഷാപ്പിൻ്റെ ഒരു ഓണറാണ്. അപ്പോൾ ആ വിവാഹം നടക്കാനായിട്ട് എനിക്ക് താല്പര്യമില്ല. അച്ഛൻ പറയുന്ന ആ വിവാഹം നടന്ന് ഞങ്ങൾക്ക് രക്ഷപ്പെടണമെന്ന് പറഞ്ഞുകൊണ്ടാണ്. അച്ഛൻ പറഞ്ഞ അവർ പറയുന്നത് അവർക്ക് സാമ്പത്തികം അധികം വേണ്ട, എന്നെ കല്യാണം കഴിച്ചു കൊടുക്കണം എന്നാണ് അവർ പറയുന്നത്. വിളിക്കുന്ന ആളിന്റെ പേരൊന്നുകൂടെ പറയുമോ? എന്റെ പേര് ഇന്ദു. ഞാൻ വീട്ടിൽ അറിയാതെയാണ് വിളിക്കുന്നത്. ഇന്ദു. ഇന്ദു 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 ഓക്കെ. ഇന്ദു, തീർച്ചയായിട്ടും ഞങ്ങൾ പ്രാർത്ഥിക്കാം. വീട്ടിൽ ആരും അറിയുന്നില്ലെങ്കിലും അറിയുന്ന ഒരു യേശു ജീവിക്കുന്നു. ആ യേശുവിൽ ഇന്ദുവിന് ശുഭമായ ഭാവിയുണ്ട്. 30 വയസ്സായി, വിവാഹം ഇതുവരെ നടന്നിട്ടില്ലാത്ത ഒരു യുവതിയാണ് ഇപ്പോൾ നമ്മുടെ കൂടെ ടെലിഫോണിൽ വന്നിരിക്കുന്നത്. നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. എല്ലാ പ്രിയമുള്ളവരും യേശുവിൽ വിശ്വസിക്കുന്നതിൻ്റെ അടയാളമായി നമ്മുടെ വലങ്കരങ്ങളെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഉയർത്തി വിവാഹം നടന്നിട്ടില്ലാത്ത, വിവാഹപ്രായം കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ യുവതിക്കായി ചേർന്ന് പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നതിൻ്റെ ഭവനത്തിലുള്ളവർ പോലും അറിയാതെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി വിളിക്കുമ്പോൾ, എൻ്റെ ദൈവമേ, ഈ നീറുന്ന ജീവിതത്തെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. തക്ക ഒരു വിവാഹം നടക്കട്ടെ. വീട്ടിൽ ഈ വിഷയത്തെ ചൊല്ലിയുള്ള എല്ലാ കൺഫ്യൂഷനും മാറട്ടെ, എല്ലാ വാദപ്രതിവാദങ്ങളും മാറട്ടെ, സുതാര്യത അവിടെ ഉണ്ടാകട്ടെ. എൻ്റെ യേശു അവിടെ ഇറങ്ങി പ്രവർത്തിക്കുന്നത് നിന്റെ മക്കൾ അനുഭവിക്കട്ടെ. വ്യക്തമായി എൻ്റെ കർത്താവ് പ്രവർത്തിക്കുന്ന നന്മ കാണുവാൻ അവിടുന്ന് ഇടയാക്കണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ പിതാവേ. പൊന്മണി കാട്ടാക്കടയിൽ നിന്ന് വിളിച്ചിരിക്കുന്നു. നിമ്മി നഴ്സിംഗ് പാസ്സായി, ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഈ മകളെ അനുഗ്രഹിക്കുന്നു. സ്വർഗീയ ദാനങ്ങൾ കൊണ്ട് തന്റെ പൈതലിനെ നിറച്ച് പുതുവഴി അവൾക്ക് തുറന്നു വരട്ടെ. അത്ഭുതകരമായ അവൾ ജീവിതത്തിലേക്ക് അത്ഭുതങ്ങളെ വെളിപ്പെടുത്തുന്നവളെ തീരുവാൻ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ. പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഗീതു എന്ന മകൾക്ക് വേണ്ടി പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്ന മാതാപിതാക്കളെ രവി, മേരി തിരുവനന്തപുരത്ത് നിന്ന് യേശുവിന്റെ നാമത്തിൽ കർത്താവേ മകളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ ആ കോഴ്സ് ഏറ്റവും നല്ലൊരു മാർക്കോട് പാസ്സാവുവാൻ, കർത്താവ് അതിലുപരി കർത്താവേ മകളുടെ ജീവിതം കർത്താവേ ശോഭനമായി തീരുവാൻ കാണാം. ഈ അനുഗ്രഹിക്കുന്നതിനായ സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ കർത്താവ് കുഞ്ഞിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ചെയ്തിരിക്കാൻ രാജ്കുമാർ ഷീജ തിരുവനന്തപുരത്ത് റോഷന എന്ന കുട്ടിക്ക് വേണ്ടി 4ാം ക്ലാസ്സിൽ പഠിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഈ മകളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഭാവി ശുഭമായി തീരുവാൻ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. എല്ലാം തുറന്നു വരട്ടെ. അത്ഭുതം കണ്ടാൻ ഇടയാക്കും. യേശുവിൻ നാമത്തിൽ തന്നെ. ഡാനി 6th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന മകന് വേണ്ടി പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്ന മാതാപിതാക്കളായ ജോൺ ടീനും കായംകുളത്ത് നിന്ന് യേശുവിന്റെ നാമത്തിൽ കർത്താവേ ആ മാതാപിതാക്കൾ പ്രാർത്ഥന ആവശ്യപ്പെടുന്ന മകനായി പ്രാർത്ഥിക്കുന്നു. യേശുവേ നിന്റെ കരം കൂടെ ഇരുന്ന മകനെ നീ നടത്തുന്നതിന് സ്തോത്രം. കർത്താവേ ബാലാർഷം നല്ല വിടുവെച്ച് ആ മകനോട് നീ കൂടെ ഇരിക്കുമാറാകണമേ. യഹോവ ഭക്തിയിൽ വളർന്നു വരുവാൻ, ദൈവിക ജ്ഞാനത്തിന്റെ ഉറവിടം തേടിയെടുക്കുവാൻ മകനെ നീ ഉണർത്തുന്നതിനായ സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ. രാജീവ് ശാന്തി കാട്ടാക്കടയിൽ നിന്ന് വിളിച്ചിരിക്കുന്നു. അനിത എന്ന കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുക. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പൈതലിനെ അനുഗ്രഹിക്കുന്നു. സ്വർഗീയ അത്ഭുത വിടുതലുകൾ അവളുടെ ജീവിതത്തിൽ വെളിപ്പെടട്ടെ. അവൾ നിമിത്തം ആ കുടുംബത്തിന് മാന്യത വെളിപ്പെടുവാൻ ഇടയാകണമെന്ന് ഞങ്ങളോട് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ. തിരുവല്ല സുഭാഷ് ശൈലജ ദമ്പതികൾ വിളിച്ചിരിക്കുന്നു. സച്ചിൻ എഞ്ചിനീയറിംഗിൽ പഠിക്കുന്നു. സുധിൻ 5th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ കർത്താവേ മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദേവിയ കൃപാകുരും കർത്താവേ കുഞ്ഞുങ്ങളോട് കൂടെ ഇരിക്കുന്നതിനാ സ്തോത്രം. ദേവിയ കരം നീട്ടി അവരെ അനുഗ്രഹിക്കുമാറണമേ. കർത്താവേ ആ കുഞ്ഞുങ്ങൾ നല്ല വിജയം നൽകുന്നതിനായ സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ. വിദ്യാർത്ഥിനികൾ, മക്കൾ പഠിച്ചുയരുന്നത് കാണാൻ ഓരോ പേരൻറ്റിനും ആഗ്രഹമുണ്ട്. നല്ല ആഗ്രഹത്തോടുകൂടെ കുഞ്ഞുങ്ങൾക്ക് നല്ല വളരുവാനും പഠിക്കുവാനും അന്തരീക്ഷം സൃഷ്ടിച്ചു കൊടുക്കുന്ന മാതാപിതാക്കളെ ഓർത്ത് ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഏതെങ്കിലും ഒരു പേരൻറ്റ് മുമ്പേ നമ്മുടെ ടീച്ചർ പറഞ്ഞു തന്നപോലെ വീട്ടിനകത്ത് കുഞ്ഞുങ്ങൾക്ക് അനുകൂലമായ ഒരു അന്തരീക്ഷം ഉളവാക്കി കൊടുക്കുവാൻ നിങ്ങളെ കൊണ്ട് കഴിയുന്നില്ല എങ്കിൽ, ഏതെങ്കിലും മൂലങ്ങൾക്ക് താങ്കൾ അടിമയായിരിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നതെങ്കിൽ, തീർച്ചയായിട്ടും പ്രേയിങ് കേരളയിലുള്ളവർ നിങ്ങളെ സഹായിക്കുവാൻ സന്നദ്ധമാണ്. മദ്യപാനത്താലോ
മയക്കുമരുന്നുകളാലോ മറ്റേതെങ്കിലും വിഷയത്തിൽ അവരടിമയായിരിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ സഹായിക്കുവാൻ ഞങ്ങൾ സന്നദ്ധമാണ്. ടെലിവിഷനിൽ ഇപ്പോൾ തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്പറിൽ തീർച്ചയായിട്ടും അറിയിച്ചാൽ തീർച്ചയായിട്ടും ഞങ്ങൾക്കൊരു കൗൺസിലിംഗ് തരുവാൻ ഞങ്ങൾ സന്നദ്ധമാണ്. കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജിൽ നിന്ന് റിട്ടയർ ചെയ്ത് ഇന്ന് പ്രേയിങ് കേരളയോടൊപ്പം സുവിശേഷത്തിൻ്റെ വ്യാപ്തിക്ക് വേണ്ടി അധ്വാനിക്കുന്ന ബഹുമാനപ്പെട്ട പ്രൊഫസർ ബ്യൂല അവർ ഇന്ന് നമ്മോടൊപ്പം സ്റ്റുഡിയോയിലുണ്ട്. മിസ് ബ്യൂല, ഇന്ന് നമ്മുടെ ടീച്ചേഴ്സിന് വേണ്ടി, പേരൻസിന് വേണ്ടിയുള്ള നല്ല ചില പാഠങ്ങൾ നമ്മുടെ ശാന്തമ ടീച്ചർ പറഞ്ഞു കഴിഞ്ഞു. ബ്യൂല ടീച്ചർ എന്താ പേരൻസിനോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്? പേരൻസിന് എല്ലാ മക്കളും ആദ്യം പേരൻസ് അറിയേണ്ടത് അവരവരുടെ മക്കളുടെ കഴിവുകൾ അറിയണം. പേരൻസ് അവരുടെ മക്കളുടെ കഴിവുകൾ അറിയണം, അവരുടെ ടാലൻസ് അറിയണം. അതനുസരിച്ച് അവർ പെരുമാറണം. പഠിക്കാനുള്ള അതത് കോഴ്സുകൾക്ക് അവർക്ക് അവരെ വിടണം. സാധാരണ ഇന്നത്തെ കാലത്ത് എല്ലാ പേരൻസിനും മക്കൾ എഞ്ചിനീയേഴ്സ് ആകണം, ഡോക്ടേഴ്സ് ആകണം, ആഗ്രഹമുള്ളൂ. കൊണ്ട് എഞ്ചിനീയറിംഗ് കോളേജിലാക്കി അവിടെ നിന്ന് ഇറങ്ങിപ്പോയ ഒരുപാട് കേസസ് ഞങ്ങൾക്കറിയാം. അപ്പൊ അങ്ങനെ പഠിക്കാൻ കഴിവുള്ള കുട്ടികളെ മാത്രം അവരുടെ ടേസ്റ്റ് അനുസരിച്ച് വിടുക. ചില കുട്ടികൾക്ക് ആർട്ടിസ്റ്റായിട്ട് പോകാനായിരിക്കും ഇഷ്ടം, പേരൻസ് അത് വിടുകയില്ല. ആർട്ടിസ്റ്റായിട്ട് പോകാൻ ആഗ്രഹവും വാസനയുള്ള കുഞ്ഞുങ്ങൾ കാണും. അവർക്ക് അവരുടെ അടുത്ത വീട്ടിലെ കുട്ടിയെ പോലെ ആകണം. അപ്പൊ കുട്ടികളെ തമ്മിൽ താരതമ്യം ചെയ്ത് ആണ് പേരൻസ് മിക്കവാറും സംസാരിക്കുക എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ പേരൻസിന് എനിക്ക് ഞാനൊരു പേരന്റ്, അപ്പൊ ആ പറഞ്ഞ കാര്യം ഒന്നുകൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യും. താരതമ്യം ചെയ്യും. പേരൻസ് അടുത്ത വീട്ടിലെ കുട്ടിയായിട്ടോ ആ മക്കൾ പഠിക്കുന്ന ആ ക്ലാസ്സിൽ ഏറ്റവും മാർക്ക് പതിവായിട്ട് വാങ്ങിക്കുന്ന കുട്ടിയായിട്ടോ ഒരിക്കലും തൻ്റെ മക്കളെ കമ്പയർ ചെയ്യരുത്. ടീച്ചർ പറയുന്നത് എത്ര നല്ലൊരു പാഠമായി നമുക്ക് ലഭിക്കുന്നത്. ടീച്ചർ എത്ര വർഷം പഠിപ്പിച്ചു? ഞാൻ 31 വർഷം പഠിപ്പിച്ചു. ഇതുമാത്രം ആയിരക്കണക്കിന് വിദ്യാർത്ഥിനികൾ ഈ കരങ്ങളിലൂടെ കയറി ഇറങ്ങി പ്രേയിങ് കേരളയുടെ തികച്ചും ഒരു ഭാഗ്യമാണ്, ഒരു അനുഗ്രഹമാണ്. ശ്രേഷ്ഠരായ ആളുകളെ ദൈവം ഈ കുടുംബത്തിൽ കൊണ്ടുവന്നിട്ട് എല്ലാ സെഗ്മെൻറ്റിലും വളരെ അനുഭവ സമ്പത്തുള്ള ഹൈലി ക്വാളിഫൈഡായ, അതിനേക്കാളുപരി ഇതെല്ലാം ദൈവം തന്ന ദാനവും ആ ദൈവനാമത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തുവാനുള്ള സമർപ്പണവുമുള്ള ഒരു വലിയ ടീമിനെ ദൈവം ഈ കുടുംബത്തിലേക്ക് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നു. തീർച്ചയായിട്ടും നമ്മൾ ഒന്നിച്ചുള്ള ഈ അധ്വാനം തീർച്ചയായിട്ടും അനേകരുടെ അനുഗ്രഹത്തിന് കാരണമാകും. ഇന്ന് ടീച്ചർ നമ്മളോട് സംസാരിക്കുന്നത് ഒരു പേരൻ്റ് അവരുടെ കുട്ടിയെ ശരിക്കും അറിയണം. രണ്ടാമത് പറഞ്ഞത് ഒരു പേരൻ്റ് ഒരു കാരണവശാലും മറ്റു കുട്ടികളുമായി സ്വന്തം കുഞ്ഞുങ്ങളെ കമ്പയർ ചെയ്യരുത്. അതുകൊണ്ടുണ്ടാകുന്ന ദോഷം എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ അങ്ങനെ പറയുമ്പോഴത്തേക്ക് ആ കുട്ടിക്ക് പഠിക്കാനുള്ള താല്പര്യം അങ്ങ് നഷ്ടപ്പെടുകയാണ്. ആ കുട്ടിക്ക് പഠിക്കാനുള്ള താല്പര്യം, കാരണം ആ കുട്ടിയുടെ കഴിവിൽ നിന്ന് എന്ത് പ്രകടിപ്പിച്ചിട്ടും പേരൻസ് അത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. ദാറ്റ് മീൻസ് പേരന്റ് ആ കുഞ്ഞിനെ വീട്ടിനകത്ത് അക്സെപ്റ്റ് ചെയ്യണം. അപ്പൊ കൂടുതൽ എൻകറേജ് ചെയ്യണം കുഞ്ഞുങ്ങൾക്ക് നല്ല പ്രോത്സാഹനം കൊടുക്കണം. പേരൻസ് എനിക്ക് ദൈവം തന്നിട്ട് 3 കുഞ്ഞുങ്ങളുണ്ട്. അപ്പോൾ പേരൻസിനോട് ഇന്ന് 31 വർഷം കോളേജിൽ, കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജിൽ അധ്യാപന രംഗത്തുള്ള ഉണ്ടായിരുന്ന ഈ ബഹുമാന്യ ടീച്ചർ നമ്മോട് പറഞ്ഞു തരുന്നത് നോക്കിക്കേ. നമ്മുടെ കുഞ്ഞുങ്ങളെ വീട്ടിനകത്ത് ആ കുഞ്ഞുങ്ങളെ അക്സെപ്റ്റ് ചെയ്യണം, സ്വീകരിക്കണം. അവർക്ക് വേണ്ടുന്ന പ്രോത്സാഹനം നൽകണം, അവർക്ക് നൽകുന്ന നല്ല മാർഗനിർദ്ദേശങ്ങൾ നൽകണം. കമോൺ. എന്നിട്ട് അവരെന്ത് ചെയ്താലും നമ്മൾ എൻകറേജ് ചെയ്യുകയാണെങ്കിൽ അവർ മുന്നോട്ട് വരും. പഠിക്കാനാണെങ്കിലും മുന്നോട്ട് വരും. ഇപ്പൊ എപ്പോഴും എല്ലാ കുട്ടികൾക്കും 100 മാർക്ക് കിട്ടണമെന്നില്ല. അപ്പൊ എന്ത് മാർക്ക് അവർ കിട്ടിയാലും അവരുടെ കഴിവിനനുസരിച്ച് അവർ ചെയ്തതനുസരിച്ച് വീട്ടിലുണ്ടായിരുന്ന സിറ്റുവേഷൻസ് അനുസരിച്ച് അവരെ അക്സെപ്റ്റ് ചെയ്യുക, അവരെ പ്രോത്സാഹിപ്പിക്കുക. അപ്പോൾ കൂടുതലായിട്ട് പഠിക്കാനും കൂടുതൽ മാർക്ക് വാങ്ങിക്കാനുമുള്ള ആ ഒരു ഇത് കുഞ്ഞുങ്ങൾക്കുണ്ടാവും. തീർച്ചയായിട്ടും ടീച്ചർ ഈ മൈക്ക്. അപ്പോൾ സ്വന്തം കുട്ടികളുടെ കഴിവറിഞ്ഞ് അവരതത് കോഴ്സുകൾക്ക് പഠിപ്പിക്കുക. അതത് അവർക്ക് ഏതെങ്കിലും അവരൊരു സബ്ജക്റ്റിന് വീക്കാണ് അല്ലെങ്കിൽ എന്തെങ്കിലും ആണെങ്കിൽ അത് റെക്ടിഫൈ ചെയ്യാനുള്ള വഴികൾ പേരൻസിൻ്റെ സൈഡിൽ നിന്നും ഉണ്ടാകണം. തീർച്ചയായിട്ടും നമ്മുടെ മാതാപിതാക്കൾ അക്കാഡമിയ എന്ന ഈ കോൺഫറൻസിന് ശേഷം പ്രത്യേകിച്ച് ഈ പുതിയ അധ്യയന വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ
നമ്മൾ ദൈവം തന്ന ദാനമായ നമ്മുടെ സെമിനാറിൻ്റെ ആദ്യത്തെ സെഷനിൽ വന്ന ഡോക്ടർ ഉഷ നമ്മോട് പറഞ്ഞത് മക്കൾ ദൈവം നൽകുന്ന ദാനം, അത് ബൈബിൾ വ്യക്തമായി പഠിപ്പിക്കുന്നു. സോ ആ ഒരു ബോധ്യത്തോടെ തലമുറയെ അല്ലെങ്കിൽ മക്കളെ, നമ്മുടെ വിദ്യാർത്ഥിനികളെ എൻകറേജ് ചെയ്ത് പ്രോത്സാഹിപ്പിച്ച് പഠിപ്പിക്കുന്ന ഒരു ലെവലിലേക്ക് നമ്മൾ തീർച്ചയായിട്ടും ഈ വർഷം കടന്നു വരും. തീർച്ചയായിട്ടും ടീച്ചറെ, ഈ അധ്യാപകർ പേരൻസ് ശ്രദ്ധിക്കേണ്ട വേറെ എന്തെങ്കിലും പാഠങ്ങൾ ഞങ്ങളോട് പറയാനായിട്ടുണ്ടോ? പേരൻസിന് ഈ കുട്ടികളുടെ ഡെയിലി സ്കൂളിൽ അറ്റൻഡൻസ് കിട്ടുന്നുണ്ടോ എന്ന് അന്വേഷിക്കാം. അതത് സെമസ്റ്റർ കഴിയുമ്പോൾ, ഓരോ സെമസ്റ്റർ കഴിയുമ്പോഴും കുട്ടികളുടെ ടീച്ചേഴ്സിനെ കണ്ട് ഇവരുടെ അറ്റൻഡൻസ് എങ്ങനെ, മാർക്ക് എങ്ങനെ, കുട്ടികൾ ക്ലാസ്സിൽ എങ്ങനെ എന്നുള്ളത് ടീച്ചേഴ്സിനെ കണ്ട് അന്വേഷിക്കാം. പേരൻസ് ചെയ്യണം. ശരിക്കും നമ്മൾ ഫീസും ഒക്കെ കൊടുത്ത് സ്കൂളിൽ, നല്ല സ്കൂളിലൊക്കെ സ്കൂളിൽ പോകുന്നത് രാവിലെ എല്ലാവരും സ്കൂളിൽ എത്താറില്ല. സോ ഫുഡും ഫീസും മാത്രമല്ല ഒരു സ്റ്റുഡന്റിന്റെ വളർച്ച. പേരൻസ് അവര് പോകുന്നിടത്ത് ആ കുഞ്ഞുങ്ങളെ അന്വേഷിക്കണം. അതെ, എന്നിട്ട് അവരുടെ ടീച്ചേഴ്സുമായിട്ടുള്ള നല്ല ബന്ധം പുലർത്തണം ഈ പേരൻസ്. അപ്പൊ ഈ കുട്ടികളെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും ഓരോ സെമസ്റ്റർ കഴിയുമ്പോൾ അവരുടെ അറ്റൻഡൻസ്, അവരുടെ പെർഫോമൻസ് എല്ലാം ടീച്ചേഴ്സിന്റെ അത് വെച്ച് പേരൻസ് ഈ കുട്ടികളെ മനസ്സിലാക്കി വീട്ടിൽ അത് പഠിക്കാനുള്ള ഏർപ്പാട് വീട്ടിൽ ചെയ്തു കൊടുക്കാൻ സാധിക്കും. ടീച്ചറെ, സ്കൂളിൽ ഹോംവർക്ക് കൊടുക്കാറുണ്ട്. അപ്പൊ കുട്ടി തീർച്ചയായിട്ടും വീട്ടിൽ വന്നിരുന്നത് വർക്ക് ചെയ്യണം. നേരത്തെ നമ്മളോട് സംസാരിച്ച ശാന്തമ്മ ടീച്ചർ പറഞ്ഞു മിക്ക വീടുകളിലും അതിനുള്ള ഒരു അന്തരീക്ഷം ഇല്ല. അങ്ങനെയെങ്കിൽ ഈ ഹോംവർക്ക് കൂടെ സ്കൂളിൽ ടീച്ചേഴ്സ് അങ്ങ് ചെയ്യിച്ചാലോ? സ്കൂളിൽ അതിനുള്ള ടൈം ഉണ്ടെങ്കിൽ ശരി. ഇപ്പം വീട്ടിലെ മദ്യപാനം മാത്രമല്ല കുട്ടികൾ നേരിടുന്ന കഷ്ടങ്ങള്. എത്രയോ വീടുകളില് കുഞ്ഞുങ്ങൾക്ക് പഠിക്കാനും സാമ്പത്തിക ശേഷിയില്ലാതെ കുട്ടികള് രാവിലെ റബ്ബർ വെട്ടാൻ വരുന്ന കുട്ടികളുണ്ട്. പത്രം ഇട്ട്, ആ സമയം രാവിലെ പത്രം ഇട്ട് കിട്ടുന്ന പൈസ കൊണ്ട് കോളേജിൽ പഠിക്കുന്ന കുട്ടികളുണ്ട്. ഒരുപാട് സാഹചര്യങ്ങൾ രാവിലെ പാല് വീടുകളിൽ എത്തിച്ച് കോളേജിൽ വരുന്ന കുട്ടികളുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള കുട്ടികളുടെ ബാക്ക്ഗ്രൗണ്ട് അനുസരിച്ച് അറിഞ്ഞ് ടീച്ചർ പെരുമാറണം. ചില കുട്ടികൾ കുറച്ച് ലേറ്റായി വന്നാൽ ചില ടീച്ചേഴ്സ് ക്ലാസ്സിൽ കയറ്റാറില്ല. അപ്പം ഇറക്കി വിടുകയല്ല അതിനുള്ള പരിഹാരം. എന്തുകൊണ്ട് ആ കുഞ്ഞ് ലേറ്റായി എന്നുള്ളത് അന്വേഷിക്കാൻ ആ ടീച്ചർക്ക് മനസ്സുണ്ടാവും. അതനുസരിച്ച് പേരന്റിനെ അറിയിച്ച് പേരൻസ് അതിനുള്ള ടൈമിൽ ക്ലാസ്സിലെത്താനുള്ള. ഞാൻ അങ്ങനെ ടീച്ചറിനോട് ചോദിക്കാൻ കാരണമുണ്ട്. ഇവിടെ വരുന്ന പ്രെയർ ലൈനിൽ വരുന്ന കോളുകളിൽ പ്രാർത്ഥിക്കണം, ഇനി ഹോംവർക്ക് ഇല്ലാതിരിക്കാൻ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് റിക്വസ്റ്റ് ഇവിടെ വരുന്നുണ്ട്. സോ 31 വർഷത്തെ അധ്യാപന സർവീസ് ഉള്ള ഒരു ടീച്ചർ എന്ന നിലയിൽ വാട്ട് വുഡ് ബി യുവർ സജഷൻ ഓൺ ദാറ്റ്? എന്തായിരിക്കും? ഹോംവർക്ക് കൊടുക്കരുതെന്ന് ഞാൻ പറയില്ല. ഹോംവർക്ക് കൊടുക്കാം. അതുകൊണ്ട് പ്രയോജനമുണ്ടോ? പ്രയോജനമുണ്ട്. കുട്ടികളെ വീട്ടിൽ നമ്മൾ പഠിപ്പിക്കുന്ന പാഠങ്ങൾ വീട്ടിൽ പോയിരുന്നത് രണ്ടാമത് റിവൈസ് ചെയ്യുകയാണ് അത് ഹോംവർക്ക് ചെയ്യുന്നതിലൂടെ. അപ്പൊ അത് അത്രയും ഭാഗം കുട്ടി മനസ്സിലാക്കിയിട്ടാണ് അടുത്ത ദിവസം കുട്ടി ക്ലാസ്സിൽ വരുന്നത്. അപ്പൊ നമ്മൾ അവിടെ നിന്നാണ് പിന്നെ അങ്ങോട്ട് തുടങ്ങുന്നത്. സ്കൂളിൽ വരുന്ന 8 മണിക്കൂറും കൊച്ചു പഠിക്കുകയാണ് അല്ലേ? സപ്പോസ് ഒരേ സബ്ജക്ട് ഒരേ ടീച്ചറിന്റെ ക്ലാസ്സിലല്ല, പല ടീച്ചേഴ്സ് ആണെങ്കിലും പഠിക്കുകയാണ്. അപ്പം അത് തന്നെ ഹോൾ ലോട്ട് ഓഫ് തിങ് ഒത്തിരിയുണ്ട്. വീട്ടിൽ വന്നു കഴിഞ്ഞു അതാകുമ്പം അത് ശരിക്കും പഠനത്തോടുള്ള വിരക്തിയല്ലേ ഉണ്ടാക്കുന്നത്? വിരക്തി എന്ന് പറഞ്ഞാൽ ഒരുപാട് ഹോംവർക്കുകൾ ഡെയിലി ഒരു ടീച്ചർ കൊടുക്കുകയാണെങ്കിൽ ആ കുട്ടിക്ക് ആ കുഞ്ഞിന് ആ സബ്ജക്റ്റിനോട് തന്നെ ഒരു ടീച്ചർ 2 പേജ് വരാനുള്ള ഒരു ഹോംവർക്ക് കൊടുത്തു, അടുത്ത ടീച്ചറും അങ്ങനെ കൊടുത്തു. അങ്ങനെ 8 സബ്ജക്ട് വരുന്നു കഴിയുമ്പോഴോ അങ്ങനെ ബർഡൻ വരുമ്പോ ആ കുട്ടിക്ക് പൊതുവെ പഠിക്കാനുള്ള താല്പര്യം കുറയും. എന്നറിയാം, ഇവിടെ ഒത്തിരി കുഞ്ഞുങ്ങൾ വിളിച്ചിട്ട് മുതിർന്നവര് പ്രൊഫഷണൽ കോളേജുകളിൽ പഠിക്കുന്നവർ പോലും ഇവിടോട്ട് വിളിച്ചിട്ട് തല നിവർക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പം ശരിക്കും അവിടെ നമുക്ക് എന്താ ചെയ്യേണ്ടത്? വാട്ട് വുഡ് ബി യുവർ സജഷൻ? ഹോംവർക്ക് കുറച്ചിട്ട് കുട്ടികളെ എന്താന്ന് വെച്ചാൽ ശരിക്കും ക്ലാസ്സുകളിലെ കുട്ടികളുടെ നമ്പർ വളരെ കൂടുതലാണ്. ശരിക്കും കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതി വരുമ്പോഴാണ് ഈ ടീച്ചേഴ്സ് ശരിക്കും പറഞ്ഞാൽ ഹോംവർക്ക് കൊടുക്കുക. അപ്പോൾ മുകളിലോട്ടൊക്കെ വരുമ്പോഴത്തേക്ക് MSc ക്ലാസ്സുകളിലൊക്കെ വരുമ്പോൾ 12 കുട്ടികൾ 10 കുട്ടികളെ കാണും. നമുക്ക് ഓരോരുത്തരെ പേഴ്സണലായിട്ട് അറിയാം. അപ്പോൾ ഓരോ കുട്ടികളുടെ കാര്യങ്ങൾ അറിയുമ്പോഴത്തേക്ക് നമ്മൾ അതനുസരിച്ച് നമുക്ക് പെരുമാറാം. ഇപ്പം 40 കുട്ടികൾ 60 കുട്ടികൾ 100 കുട്ടികളൊക്കെ ഇരിക്കുന്ന ക്ലാസ്സിൽ നമുക്ക് കുട്ടികളെ പേഴ്സണലായിട്ട് അറിയാനുള്ള പ്രയാസമുണ്ട്. അപ്പോൾ പഠിപ്പിക്കുമ്പോൾ എല്ലാവരും അത് ഒരേപോലെ അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. ഇപ്പം ടീച്ചർ നമ്മൾ തുടങ്ങിയത് പേരൻസിനോടുള്ള ഒരു ക്ലാസ്സാണ് ഇപ്പം നമ്മൾ തുടങ്ങിയത്.
അപ്പോൾ മുമ്പേ പറഞ്ഞു ഒരു പേരൻ്റ് ചിലപ്പോൾ മദ്യപിക്കുന്നതായിരിക്കും. അപ്പോൾ മറുവശത്ത് അമ്മ TV-യുടെ പുറകെ പോകും. അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന അന്തരീക്ഷത്തിൽ ഈ കുട്ടിക്ക് ഹോംവർക്ക് ചെയ്യാനായിട്ട് പറ്റിയെന്ന് വരത്തില്ല. അല്ലെങ്കിൽ ഹോംവർക്ക് ചെയ്തില്ല എന്ന് ലാസ്റ്റ് രാവിലെ എഴുന്നേറ്റ് പറഞ്ഞു കഴിയുമ്പോഴേ കഷ്ടപ്പെടുന്ന പേരൻസ് ചിലപ്പോൾ അന്നേരം കിടന്ന് ബഹളം വെച്ചൊന്ന് വരും. സോ ഇതെല്ലാം കൂടെ സഫർ ചെയ്യേണ്ടി വരുന്നത് ആ കുട്ടിയല്ലേ, ആ സ്റ്റുഡൻ്റ് അല്ലേ. അപ്പം അത് മനസ്സിലാക്കി ഇപ്പം പുതിയ സിലബസ് അനുസരിച്ച് ഹോംവർക്കുകളൊന്നും ഇല്ല. വെരി ഗുഡ്, അതൊരു നല്ല കാര്യമായിരിക്കും. ഇന്ന് നമ്മുടെ വിദ്യാർത്ഥിനികൾക്ക് എത്ര സന്തോഷമായിരിക്കും. അത് പുതിയ സിലബസുകൾ അനുസരിച്ച് ഹോംവർക്കുകൾ കുറഞ്ഞു വരുന്നു അല്ലെങ്കിൽ ഇല്ല. ഈ കോൺഫറൻസിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുക ഹോംവർക്കുകളൂടെ ശരിക്കും ഇല്ലാതാകട്ടെ. പകരം സ്കൂളിലേക്ക് വിടുന്ന അല്ലെ കോളേജിലേക്ക് വരുന്ന ആ സമയം പഠനം മുഴുവൻ ആ സ്കൂളിൽ, അങ്ങനെയുള്ള സ്കൂളുകളുണ്ട് അല്ലേ. വീട്ടിൽ പോയിട്ട് ഒന്നും ചെയ്യണ്ട, സ്കൂളിൽ വെച്ച് തന്നെ പഠിക്കുന്നു. സ്കൂളിൽ വെച്ചിട്ട് വീട്ടിൽ പോകുന്ന വെരി ഗുഡ്. അപ്പോൾ അവിടെ ആ കുട്ടികളെല്ലാം 100 out of 100 എല്ലാത്തിനും സ്കോർ ചെയ്യുന്നുമുണ്ട്. മിക്ക വിഷയങ്ങൾക്കും കുറേ കുട്ടികളെ ഞങ്ങൾക്ക് നേരിട്ട് പരിചയപ്പെടാനും പല കോളേജുകളിൽ ക്ലാസ്സസ് എടുക്കാനുമായിട്ട് സെമിനാറുകൾ പോയപ്പോൾ ഒക്കെ ഞങ്ങൾക്ക് ഇടയായിട്ടുണ്ട് അങ്ങനെ വന്ന കുട്ടികൾ. സോ നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് ആവശ്യമില്ലാത്ത ഹോംവർക്കുകളും എല്ലാം മാറട്ടെ. ടീച്ചേഴ്സിനോട് പേരൻസിനോട് ഇന്ന് മിസ് ബ്യൂല ടീച്ചർ പറയുന്നത്, പേരൻസ് തീർച്ചയായിട്ടും കുഞ്ഞുങ്ങളെ അവരുടെ കഴിവിനെ തിരിച്ചറിഞ്ഞ് അവരുടെ ടാലൻറ്റിനെ, എബിലിറ്റിയെ മനസ്സിലാക്കി അതിന് പ്രയോജനപ്പെടുന്ന കോഴ്സുകൾ അവരുടെ മുന്നോട്ടുള്ള പഠനത്തിൽ തിരഞ്ഞെടുക്കുവാൻ സഹായിക്കുവാനാണ് ഇന്ന് ടീച്ചർ നമ്മൾ പറയുന്നത്. ദാറ്റ് മീൻസ് എല്ലാവരും ഡോക്ടറും എഞ്ചിനീയറും ആകാനായിട്ട് പരക്കം പായാതെ അതിന് ശേഷിയുള്ളവർ അതിന് പോകട്ടെ, അതിന് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ളവർ പോകട്ടെ. മെഡിക്കൽ ഫീൽഡിൽ പോകുന്നവരെല്ലാവരും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ളവരല്ല, പേരൻസിന്റെ പുഷ് കൊണ്ട് പോകുന്നവരാണ് പലരും. എഞ്ചിനീയറിംഗ് പഠിക്കാൻ പോകുന്നവരും അതെ. ഞാൻ കേട്ടിട്ടുണ്ട് 35 ലക്ഷം രൂപ 45 ലക്ഷം രൂപയൊക്കെ ക്യാപിറ്റേഷൻ കൊടുത്തിട്ട് പോകുന്നതിനെ കുറിച്ചൊക്കെ. അപ്പൊ അതിനെ കുറിച്ച് ടീച്ചർ എന്ത് പറയുന്നു, അത് ശരിയാണോ? തീർച്ചയായിട്ടും മാസ്റ്റർ, അങ്ങനെ പോകുന്നവർക്ക് ആ ഒരു ഫീൽഡിൽ ഒരു ഡെഡിക്കേഷൻ കാണുകയില്ല. അവർ മണി മൈൻഡഡ് ആയിരിക്കാം ഫ്യൂച്ചറിൽ. അങ്ങനെയുള്ളവർക്ക് അത് ശരിയാണ്. ദൈവത്തിന്റെ അനുഗ്രഹം നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് മാതാപിതാക്കളെ, വിദ്യാർത്ഥികളെ തീർച്ചയായിട്ടും ഉണ്ടാകും. പുതിയ അധ്യയന വർഷം എല്ലാ നിലയിലും നമുക്ക് ഉയർച്ചയുടെയും അനുഗ്രഹത്തിന്റെയും വർഷമായിരിക്കും. ദൈവം നമ്മെ സഹായിക്കട്ടെ. അംഗനവാടിയിലേക്ക് ചേർന്നിരിക്കുന്നു. മാടെ പഠനത്തിന് അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഞങ്ങൾ ഒന്നിച്ച് ഞങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. മാടെ വിദ്യാരംഭത്തിൽ പ്രവേശിച്ചിരിക്കുന്നല്ലോ, മുൻപോട്ട് അങ്ങ് കരം പിടിച്ച് നല്ല ബുദ്ധിയും ജ്ഞാനം നൽകി അനുഗ്രഹിക്കണം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന റോഷന് വേണ്ടി പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്നത് മാതാപിതാക്കളായ രാജ്കുമാർ, കർത്താവെ മകനെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ അവന്റെ ബുദ്ധിമുട്ടുകളിൽ അങ്ങ് തുറന്നാട്ട് പഠിക്കുന്ന വിഷയങ്ങൾ കർത്താവെ നല്ലപോലെ മനസ്സിലാക്കുവാൻ കർത്താവെ ഒരു പഠനത്തിൽ കർത്താവെ ഒരു ഉയർച്ച നീ കൊടുത്താട്ട് കർത്താവ് അങ്ങനെ ചെയ്ത സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ. എറണാകുളത്ത് നിന്ന് ഗോപാൽ കൃഷ്ണൻ ആൻഡ് സുനിത അവർ വിളിച്ചിരിക്കുന്ന അവരുടെ മകൾ ഹൃദയനന്ദയ്ക്ക് ഫസ്റ്റ് സ്റ്റാൻഡേർഡിലേക്ക് ഇപ്പോൾ ചേർന്നിരിക്കുകയാണ്. പ്രാർത്ഥിക്കണം കർത്താവെ ഞങ്ങൾ ഒന്നിച്ച് മകൾ ഹൃദയനന്ദയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവിടെ വിദ്യാഭ്യാസ ഭാവിയെ ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. മുൻപോട്ട് അങ്ങ് വഴി നടത്തണം, ദൈവകൃപകളെ ഞങ്ങൾ പൊതിയണം യേശുവിൻ നാമത്തിൽ തന്നെ. അമ്മേൻ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്നത് മാതാവ് ശശി മണ്ണകാട് നിന്ന് കർത്താവെ ആ മകളെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ അവൾ പഠിക്കുന്ന വിഷയങ്ങൾ കർത്താവെ നല്ലപോലെ മനസ്സിലാക്കുവാൻ കർത്താവെ പരീക്ഷകൾ കർത്താവെ ഒരു ഉന്നത വിജയം നിന്റെ മകൾ കൊടുത്താട്ട് അവിടെ ഭാവി ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. കർത്താവ് അങ്ങനെ ചെയ്ത കൃപയ്ക്കായി സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ. ട്രിവാൻഡ്രത്ത് നിന്ന് സാജു മോഹൻ വിളിച്ചിരിക്കുന്ന അവരുടെ മകൻ അഭിഷേക് 10ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അലീന 2nd സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു. കർത്താവെ ഞങ്ങൾ ഈ 2 കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളെ നല്ല ഭാവിയും നല്ല അനുഗ്രഹിക്കവിടെ വിദ്യാഭ്യാസം നൽകി അങ്ങ് മാനിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ മാതാപിതാക്കൾക്ക് അനുഗ്രഹമായി തീരട്ടെ, നേർക്ക് അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. 9ാം സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന കെവിന് മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമായി മാറട്ടെ. കർത്താവ് അങ്ങനെ ചെയ്ത കൃപയ്ക്കായി സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ. കാട്ടാക്കട നിഷേജ വിളിച്ചിരിക്കുന്നത് മക്കൾ അഞ്ജിത 4ാം സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന ദീപേഷ്
MBAക്ക് പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങൾ ഒന്നിച്ച് ഈ കുടുംബത്തിലുള്ള കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അഞ്ചതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ. അനുഗ്രഹിക്കട്ടെ ഭാവി കുഞ്ഞുങ്ങൾക്ക് നൽകണം. MBAക്കും കർത്താവെ BSc നഴ്സിംഗിനും പഠിക്കുന്ന കുഞ്ഞുങ്ങളെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കപ്പെടട്ടെ കർത്താവ്, അനേകർക്ക് അനുഗ്രഹമായി തീരട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. രാജാൻ ഷീന ആറാട്ടുകുഴിയിൽ നിന്ന് അവരുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്നു. സൂരജ് 7ാം ക്ലാസ്സിൽ പഠിക്കുന്നു. സൗരഭ് 3ാം ക്ലാസ്സിൽ പഠിക്കുന്നു. കർത്താവെ, ആ മക്കളെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവരുടെ പഠനത്തിൽ കർത്താവെ ഉയർന്നു വരട്ടെ. അവരുടെ ക്ലാസ്സുകളിൽ അവർ 1ാം സ്ഥാനം തന്നെ നേടട്ടെ. അവരുടെ ഭാവി യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. അവർ വളർന്നു വരട്ടെ. പക്ഷേ പ്രാർത്ഥന കേട്ട കൃപയ്ക്കായി സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ. ട്രിവാൻഡ്രത്ത് നിന്ന് പുഷ്പ വിളിച്ചിരിക്കുന്നത് മകൻ അജയ് ടി BDSന് പഠിക്കുന്നു കർത്താവെ. ഞങ്ങൾ ഒന്നിച്ച് മകനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പഠിക്കുന്ന കോഴ്സിൽ ഉന്നതമായ വിജയം നൽകണം, നിമാനിക്കണം. അനുഗ്രഹിക്കട്ടെ ഭാവി മുൻപോട്ട് നൽകുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. തീർച്ചയായിട്ടും നമ്മുടെ വിദ്യാർത്ഥിനികൾക്ക് അനുകൂലമായ സാഹചര്യം ഉണ്ടാക്കുന്ന നല്ല മാതാപിതാക്കളായി നമ്മളെല്ലാവരും തീർച്ചയായിട്ടും ഈ കോൺഫറൻസിന് ശേഷം മാറിക്കഴിഞ്ഞു. തീർച്ചയായിട്ടും ഓർക്കുക, പ്രാർത്ഥനയാൽ നമുക്ക് സകലത നേടിയെടുക്കാൻ സാധിക്കും. പ്രാർത്ഥിക്കുന്ന വ്യക്തിക്ക് വേണ്ടി ദൈവം അത്ഭുതം പ്രവർത്തിക്കും. സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വിദ്യാർത്ഥിനികളുടെ വിവരങ്ങൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടി വിളിച്ചു പറയുക. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇന്ന് വിദ്യാർത്ഥിനികളോട് നമ്മളോട് സംസാരിക്കുവാൻ മിസ് ഷീല സിംസൺ നമ്മോടൊപ്പം ട്രിവാൻഡ്രത്തുനിന്ന് ഇന്ന് ഈ സ്റ്റുഡിയോയിൽ വന്നിട്ടുണ്ട്. മിസ് ഷീല സിംസൺ കടന്നു വന്നതിൽ പ്രത്യേകം നന്ദി പറയുന്നു. പുതിയ അധ്യയന വർഷത്തിലേക്ക് നമ്മുടെ സ്കൂൾ മേഖല പോവുകയാണ്. ജൂൺ മാസം വരുന്നു. നെക്സ്റ്റ് വീക്കിൽ തുടങ്ങുന്നു. സ്കൂളുകൾ ഇപ്പോൾ തന്നെ പലതും തുടങ്ങിക്കഴിഞ്ഞു. 8th മുതലുള്ള പല സ്കൂൾ ക്ലാസ്സുകളും തുടങ്ങിക്കഴിഞ്ഞു. സോ ഈ വർഷം വളരെ പ്രതീക്ഷയോടെ സ്കൂളുകളിലേക്ക് പോകുന്ന നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങളുണ്ട്, മുതിർന്നവരുണ്ട്. എന്തായിരിക്കും ഒരു ടീച്ചർ എന്ന നിലയിൽ സംസാരിക്കാനുള്ളത്? ദൈവഭയമുള്ള കുഞ്ഞുങ്ങളായി വളരുക, അതാണ് ഏറ്റവും ആദ്യമായിട്ട് ഞാൻ പറയുന്നത്. ടീച്ചർ എത്ര വർഷമായി ടീച്ചറായിട്ട് ജോലി? 30 വർഷമായിട്ട്. 30 വർഷം ടീച്ചറായിട്ട് ജോലി ചെയ്ത്. കമോൺ. എന്നിട്ട് ആ ടീച്ചർ പറഞ്ഞു തരുന്ന ഒന്നാമത്തെ പാഠം നോക്കിക്ക്, ദൈവഭയമുള്ള കുഞ്ഞുങ്ങളായിട്ട് വളർന്നു വരിക. കമോൺ. വേദപുസ്തകത്തില് സങ്കീർത്തനം എന്ന പുസ്തകത്തില് 111 11ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു: യഹോവ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാകുന്നു, അത് ആചരിക്കുന്ന ഏവർക്കും നല്ല ജ്ഞാനമുണ്ട്. ദൈവഭക്തിയുള്ള കുഞ്ഞുങ്ങൾക്ക് നല്ല ജ്ഞാനം വേണം. തീർച്ചയായിട്ടും അതിന് ദൈവത്തോടുള്ള ആ ഒരു പ്രാർത്ഥന കൊണ്ടാണ് അത് ലഭിക്കുക. ഈ ജ്ഞാനം ശരിക്കും ദൈവത്തിന്റെ സ്വത്ത്. അതെ അല്ലേ? വിസ്ഡം ബിലോങ്സ് ടു ഗാഡ്. അതെ, ഇറ്റ്സ് എ പ്രോപ്പർട്ടി ഓഫ് ഗാഡ്. ദൈവത്തിന്റെ സ്വത്താണ് വിസ്ഡം എന്ന് പറയുന്നത്, ജ്ഞാനം എന്ന് പറയുന്നത്. അപ്പൊ അത് പ്രാപിക്കുവാൻ ടീച്ചർ നമുക്ക് തരുന്ന ബൈബിളിൽ നിന്നുള്ള ഉപദേശം യഹോവ ഭക്തി, ദൈവഭയമുള്ളവരായി നമ്മൾ ജീവിക്കുക. അടുത്തത് ടീച്ചർ. വേദപുസ്തകത്തില് സദൃശ്യവാക്യം എന്ന് പറയുന്ന പുസ്തകത്തില് 9ാം അധ്യായം 10 പറയുന്നുണ്ട്: യഹോവ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാകുന്നു, പരിശുദ്ധനെ കുറിച്ചുള്ള പരിജ്ഞാനം വിവേകം ആകുന്നു. എത്ര ശ്രേഷ്ഠമായ മുത്തുകളാ ശരിക്കും ബൈബിളിനകത്ത് ഉള്ളത്, അല്ലേ? അപ്പം ടീച്ചറിന്റെ അഭിപ്രായത്തിൽ നമ്മുടെ എല്ലാ കുട്ടികളും ബൈബിൾ വായിക്കുന്നത് നല്ലതായിരിക്കും, അല്ലേ? തീർച്ചയായിട്ടും പുതിയ അധ്യയന വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ LKG സ്റ്റുഡൻറ്റ് മുതൽ തീർച്ചയായിട്ടും ബൈബിൾ അവർക്ക് വായിക്കാൻ കഴിയുന്നില്ല എങ്കിൽ പേരൻസ് അവർക്ക് പറഞ്ഞു കൊടുക്കണം, പ്രത്യേകിച്ച് സദൃശവാക്യങ്ങൾ. തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ വചനം നമ്മുടെ ജീവിതത്തിന് വഴികാട്ടിയായിരിക്കും. അതേപോലെ വീണ്ടും പറയുന്ന സദൃശവാക്യത്തില് യഹോവ ഭക്തി ആയുസ്സിനെ വർദ്ധിപ്പിക്കുന്നു. കുഞ്ഞുങ്ങളെ നമ്മൾ വളർത്തുമ്പോൾ ആരോഗ്യമുള്ള കുഞ്ഞുങ്ങളായിട്ട് വളരണം. അവർക്ക് ആയുസ് വേണം, അവരുടെ അനുഗ്രഹങ്ങൾ നമ്മൾ അനുഭവിക്കണം. തീർച്ചയായിട്ടും ഇതൊക്കെയാണ് നമ്മള് പേരൻസ്. ടീച്ചറിന് എത്ര മക്കളുണ്ട്? എനിക്ക് 2 പെൺമക്കളാണ്. അവരെവിടെയാ? ഒരാള് ബോംബെയിലാണ്, രണ്ടാമത്തെ മകള് ഇൻഫോസിസില് ഇപ്പോഴും ജോലിയായിരിക്കുന്നു. തീർച്ചയായിട്ടും തിരുവനന്തപുരത്ത്. തീർച്ചയായിട്ടും ടീച്ചർ ആ മക്കളുടെ സന്തോഷവും ഉയർച്ചയും ഒക്കെ കാണാനായിട്ട് ദൈവം ഭാഗ്യം നൽകുന്നു. സ്തോത്രം അർപ്പിക്കുന്നു ഈ അവസരത്തിൽ. തീർച്ചയായിട്ടും നോക്കിക്കേ, ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു മാതാവ്, ഒരു പേരന്റ് തീർച്ചയായിട്ടും ആ ഒരു ജോലിയിൽ തന്നെ ആയിരിക്കുമ്പോൾ തന്നെ വിദ്യാർത്ഥിനികളോട് തരുന്ന ഉപദേശം, ദൈവഭക്തിയുള്ളവരായി ദൈവഭയമുള്ളവരായി നമ്മൾ വളർന്നു വരുമ്പോൾ തീർച്ചയായിട്ടും ദൈവം നമ്മുടെ ബുദ്ധിമണ്ഡലത്തെ തുറന്നു തരും.
തീർച്ചയായിട്ടും ടീച്ചറെ, ഇന്നു മുതൽ കേരളത്തിൽ പ്രേയിങ് കേരളയിൽ അക്കാഡമി ഓഫ് പ്രോഗ്രാം പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാവരും ദൈവഭയമുള്ള കുഞ്ഞുങ്ങളായി വളർന്നു വരും എന്ന് ഞാനും പ്രതീക്ഷിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. മാതാപിതാക്കളെ മാനിക്കുന്ന, അനുസരിക്കുന്ന കുഞ്ഞുങ്ങളായി വളരണം. ദൈവത്തെ പോലെയാണ് ദൈവം നമുക്ക് മാതാപിതാക്കളെ തന്നിരിക്കുന്നത്. ദൈവം സൃഷ്ടിച്ച് നമുക്ക് അവരെ അനുസരിപ്പാനും അവരെ നന്നായി അവരുടെ എല്ലാ കാര്യങ്ങളും നോക്കുവാനും ബഹുമാനിപ്പാനും ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഒരു അവസരമാണ് ഈ കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ വലിയ കുഞ്ഞുങ്ങൾ വരെ. ഇന്ന് മാതാപിതാക്കളെ നോക്കുവാൻ വളർന്ന് ജോലിയായവർക്ക് സമയമില്ല. മാതാപിതാക്കളെ കൊണ്ട് എവിടെയെങ്കിലും ഓൾഡ് ഏജ് ഹോമിലോ പകൽ വീടുകളിലോ ആക്കാനാണ് സൗകര്യം. എന്ന് വെച്ചാൽ പകൽ എല്ലാവർക്കും ജോലിക്ക് പോകണം, അമ്മയെ നോക്കാൻ അച്ഛനെ നോക്കാൻ ആരുമില്ല. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. മാതാപിതാക്കളെ നാം ബഹുമാനിക്കേണ്ടതാണ്. മാതാപിതാക്കളെ ബഹുമാനിക്കണം. ടീച്ചർ തരുന്ന നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ രണ്ടാമത്തെ പാഠം, വിദ്യാർത്ഥിനികൾ മാതാപിതാക്കളെ ബഹുമാനിക്കുന്നവരായി. ബഹുമാനിക്കുക എന്ന വാക്കിന് ടീച്ചർ അതൊന്നുകൂടെ നിർവചിക്കുമോ? ശരിക്കും ബഹുമാനിക്കുക എന്ന് പറഞ്ഞാൽ അവരെ അനുസരിക്കുക, അവരുടെ ആ നല്ല വാക്കുകളെ, അവരുടെ നല്ല നടപ്പുകളെ ഉൾക്കൊണ്ട് വളരുക. ഒരിക്കലും ഒരു പേരന്റ് ഒരു കുഞ്ഞിന്, ഒരു മകനല്ലേ മകൾക്ക് ദോഷം വരുന്ന കാര്യം ചിന്തിക്കുവോ? പറയത്തില്ല, ചെയ്യത്തില്ല, പ്രവർത്തിക്കില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ പേരന്റ് പറയുന്ന വാക്കുകൾ ആ കുഞ്ഞുങ്ങൾ അത് അനുസരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് നല്ലതായിരിക്കത്തില്ലേ? നിനക്ക് ദീർഘായുസ് ഉണ്ടാകുവാൻ നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക എന്ന് വേദപുസ്തകത്തിൽ പറയുന്നു. നിനക്ക് ദീർഘായുസ് ഉണ്ടാകുവാനും നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക. അപ്പനെയും അമ്മയും ബഹുമാനിക്കുമ്പോൾ ദീർഘായുസ്. ടീച്ചറെ, പ്രേയിങ് കേരളയുടെ റിസർച്ച് ടീം കഴിഞ്ഞ ദിവസങ്ങളായി കണ്ടെത്തിയ ഒരു കാര്യം, കഴിഞ്ഞ 4 വർഷങ്ങളിലെ കേരളത്തിലെ പ്രത്യേകിച്ച് റോഡ് ആക്സിഡൻറ്റുകളിൽ എടുത്തപ്പോൾ അതിനകത്ത് നല്ലൊരു ശതമാനം മരണം നടന്നിരിക്കുന്നത് 25-30 വയസ്സിന് താഴെയുള്ള, പ്രത്യേകിച്ച് കോളേജുകളിൽ, എൻജിനീയറിംഗ് മെഡിക്കൽ കോളേജുകളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾ ധാരാളം പേര് സമയത്തിന് മുമ്പ് മരിച്ചതായിട്ട് ഞങ്ങളുടെ റിസർച്ച് ടീമിനെ കണ്ടെത്താനായിട്ട് ഇടയായി. പ്രേയിങ് കേരളയുടെ റിസർച്ച് ടീമിനെ കണ്ടെത്താനായിട്ട് ഇടയായി തീർന്നു. അപ്പം അങ്ങനെയെങ്കിൽ ഇത് അതിനൊരു മറുപടിയല്ലേ? തീർച്ചയായിട്ടും. ഇപ്പം 4 സിഗ്നലുകൾ, എല്ലാവരും സിഗ്നലുകൾ പാലിക്കണം തീർച്ചയായിട്ടും. അപ്പം എല്ലാവരും സിഗ്നലുകൾ പാലിച്ചാലും അപകടമുണ്ടായി മരിക്കുന്നുണ്ട്. അങ്ങനെയുള്ള രാജ്യങ്ങൾ നമ്മൾ പലയിടത്ത് യാത്ര ചെയ്യാനായിട്ട് ഇടയായിട്ടുണ്ട്. സോ അങ്ങനെയാണെങ്കിൽ ഇത് അതിനൊരു ആൻറ്റിഡോട്ട് അല്ലേ? ഏത് ഇപ്പൊ നമ്മൾ വായിച്ച വാക്യം, ടീച്ചറെ പറഞ്ഞ വാക്യം, ബൈബിളിൽ ഒന്നുകൂടെ ആ വാക്യം ഒന്ന് പറയാമോ? നിനക്ക് ദീർഘായുസ് ഉണ്ടാകുവാൻ. അല്ല, റെഫറൻസ് ഒന്നുകൂടെ പറയാം, ഞാൻ ഒന്ന് എഴുതി വെച്ചോട്ടെ. സദൃശവാക്യങ്ങള് നോട്ട് ചെയ്തിട്ടില്ല. വാക്യം പറഞ്ഞാൽ നിനക്ക് ദീർഘായുസ് ഉണ്ടാകുവാൻ, നിനക്ക് ദീർഘായുസ് ഉണ്ടാകുവാനും നിന്റെ അപ്പനെയും അമ്മയെയും നിന്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കുക. വഴിയിൽ പൊഴിഞ്ഞു പോകത്തില്ലെന്നർത്ഥം. എൻജിനീയറിങ്ങിന് പഠിച്ചാലും മെഡിസിന് പഠിച്ചാലും എയറോനോട്ടിക്കൽ പോയാലും ഏത് ഉയർന്ന കോഴ്സിൽ പോയാലും ആരെല്ലാം കൂട്ടുകാർ കൂടിയാലും വഴിയിൽ വെച്ച് നശിച്ചു പോകാതിരിക്കുക. അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക, ആദരിക്കുക. ആ പാഠം കേരളത്തിലും ഇന്ത്യയിലുമുള്ള യൗവന തലമുറ പുതിയ അധ്യയന വർഷത്തിലേക്ക് പ്രവേശിക്കുന്ന എല്ലാവരും ഉൾക്കൊള്ളട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ടീച്ചറെ, അടുത്ത ഒരു പാഠം എന്തെങ്കിലും വിദ്യാർത്ഥികളോട് കൃത്യനിഷ്ഠയുള്ളവരായി വളരുക. വിദ്യാർത്ഥിനികൾ കൃത്യനിഷ്ഠയുണ്ട്. അതിനൊന്ന് വിവരിക്കുമോ? ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? രാവിലെ സ്കൂളിൽ പോയാൽ സ്കൂളിൻ്റെ സമയം 10 മണി അല്ലെ 9:30 മണി സമയത്തിന് സ്കൂളിൽ പോവുക എന്ന് പറയുന്ന ഒരു കൃത്യനിഷ്ഠയാണ്. തീർച്ചയായിട്ടും കൃത്യനിഷ്ഠ ഉള്ള ഒരു കുഞ്ഞിന് മാത്രമേ സ്കൂള് അസംബ്ലി തുടങ്ങുന്നതിന് മുമ്പേ സ്കൂളിൽ എത്തുവാൻ സാധിക്കൂ. അല്ലെങ്കിൽ ഗേറ്റിന് വെളിയിൽ നിർത്തേണ്ടി വരും. 2013-14 സ്കൂൾ അധ്യയന വർഷത്തിൽ പ്രേയിങ് കേരളയുടെ അക്കാഡമിയ എന്ന ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന ഒരു സ്റ്റുഡൻറ്റ് പോലും ഗേറ്റിന് വെളിയിൽ നിൽക്കില്ല. സമയത്തിന് മുൻപ് 5 മിനിറ്റെങ്കിലും മുൻപ് ഓരോ സ്റ്റുഡൻറ്റും കൃത്യനിഷ്ഠയുള്ളവരായി സ്കൂളിൽ ചെല്ലും. പഠിക്കാനുള്ള പാഠങ്ങൾ കൃത്യമായി പഠിക്കും. എല്ലാത്തിലും ഉയർന്ന റാങ്കോടെ നമ്മൾ പഠിച്ച് പാസ്സായി ഉയർന്നു വരും.
കമോ ടീച്ചറിലൂടെ നമുക്ക് ലഭിച്ച എത്ര ശ്രേഷ്ഠമായ നല്ല പാഠങ്ങളാണ്. ഞാൻ അനുഭവത്തോടെ ഇങ്ങനെ പറയട്ടെ, എ സ്റ്റുഡൻറ് മസ്റ്റ് ബി എ ഹാർഡ് വർക്കിംഗ് സ്റ്റുഡൻറ് അല്ലേ? സ്റ്റുഡൻറ് ശരിയായിട്ടും കഠിനാധ്വാനം ചെയ്യണം. ഐ ടെൽ യു, ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഹാർഡ് വർക്ക്. കഠിനാധ്വാനത്തിന് പകരം കഠിനാധ്വാനമേ ഉള്ളൂ. ടീച്ചറെ, എനിക്ക് കാപ്പി ഇഷ്ടമാണെങ്കിലും ഞാൻ കുടിക്കാറില്ല, കാരണം വയറ് കത്തും. പക്ഷെ ചായ കുടിക്കും. ഇപ്പം കാപ്പി കുടിക്കാത്ത എനിക്ക് ചായ കുടിക്കാം. ഇനി ചായയും കാപ്പിയും കുടിക്കാതിരിക്കുകയാണെങ്കിൽ എനിക്ക് തണുത്ത വെള്ളം കുടിക്കാൻ പറ്റും. ഇത് രണ്ടും കുടിച്ചിട്ട് വെള്ളം കുടിച്ച് ജീവിക്കാം. പക്ഷെ എനിക്ക് കണ്ടെത്താൻ പറ്റിയൊരു കാര്യം ഇതാ, കഠിനാധ്വാനത്തിന് പകരം കഠിനാധ്വാനം മാത്രമേ ഉള്ളൂ, വേറൊന്നുമില്ല. കഠിനാധ്വാനത്തിന് പകരം കഠിനാധ്വാനം മാത്രമേ ഉള്ളൂ. 2013-14 സമരങ്ങളുടെ വർഷമല്ല, പകരം കഠിനാധ്വാനത്തിൻ്റെയും പഠനത്തിൻ്റെയും ഉയർന്ന നിലവാരത്തിലേക്ക് നമ്മളെല്ലാവരും ഉയർന്നു വരുന്നതിൻ്റെയും വർഷമായി തീരട്ടെ. യേശു നമ്മോട് കൂടെ ഇരുന്ന് നമ്മുടെ അധ്യയന വർഷം വലിയ വിജയമാക്കുവാൻ നമ്മോടൊപ്പം ഉണ്ടാകും. തീർച്ചയായിട്ടും നിങ്ങളും നിങ്ങളുടെ കുഞ്ഞുങ്ങളും തീർച്ചയായിട്ടും പ്രാർത്ഥനയ്ക്ക് വേണ്ടി വിളിച്ചു പറയുക. ദൈവം നമ്മെ സഹായിക്കട്ടെ. രാജേന്ദ്രൻ ബിന്ദു തിരുവനന്തപുരത്ത് നിന്ന് വിളിച്ചിരിക്കുന്നു. അശ്വതി TTC പഠിക്കുന്നു, സെന്ററിൽ പഠിക്കുന്നു. കർത്താവെ, ഞങ്ങൾ ഒന്നിച്ച് കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, TTC പഠിക്കുന്നവർക്ക് എത്രയും വേഗം ജോലി ലഭിക്കുവാൻ തക്കവണ്ണം കർത്താവ് സഹായിക്കണം. അതർസിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സ്വർഗീയമായ ജ്ഞാനം കൊണ്ട് നിറയ്ക്കണമേ. എല്ലാ മേഖലയിലും അനുഗ്രഹമായി തീരട്ടെ കർത്താവേ, യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ജയ തിരുവനന്തപുരത്ത് നിന്ന് വിളിച്ചിരിക്കുന്നു. അച്ചു 9ാം ക്ലാസ്സിൽ പഠിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഈ പൈതലിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ ആത്മീയ അനുഗ്രഹങ്ങളാൽ കുഞ്ഞിനെ നിറയ്ക്കുമാറാകണം. കർത്താവിന്റെ പരിജ്ഞാനത്താൽ കുഞ്ഞിനെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഉന്നത പദവി അലങ്കരിക്കുവാൻ സ്വർഗീയ നന്മകൾ കൊണ്ട് അലങ്കരിച്ചാട്ട് യേശുവിൻ നാമത്തിൽ തന്നെ. തിരുവനന്തപുരത്ത് പഠിക്കുന്നു. പഠിത്തത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കർത്താവേ, ഞങ്ങൾ ഒന്നിച്ച മകനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സ്വർഗീയമായ ജ്ഞാനവും പരിജ്ഞാനവും കൊണ്ട് നിറയ്ക്കണമേ. കർത്താവേ, ആരംഭം മുതൽ തന്നെ നന്നായി പഠിച്ചെടുക്കുവാൻ തക്കവണ്ണം കർത്താവ് സഹായിച്ചു. ഉന്നതമായ വിജയം കൊടുത്താണ് യേശുവിന്റെ നാമത്തിൽ തന്നെ. മോളി കരുനാഗപ്പള്ളിയിൽ നിന്ന് വിളിച്ചിരിക്കുന്നു. ലിയ മേരി ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ കർത്താവേ, ഈ കുഞ്ഞ് 1ാം ക്ലാസ് മുതൽ ഉയർന്ന ക്ലാസ്സുകളിൽ എത്തുവോളം അങ്ങയുടെ കൃപയ്ക്കുള്ളിൽ മറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. തന്റെ ഉള്ളം കയ്യിൽ വരച്ചവനെ സൂക്ഷിച്ച് അത്ഭുത പ്രകാശമല്ല ഉദിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ വിളിച്ചിരിക്കുന്നു. ഫ്രാൻസിസ് പഠിക്കുന്ന ഒരു പെണ്ണക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഞങ്ങൾ ഒന്നിച്ച മകന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. സ്വർഗീയമായ ജ്ഞാനം കൊണ്ട് നിറയ്ക്കണമേ. ആവശ്യമായ ആരോഗ്യം ബലം കൊടുത്ത് മാനിക്കണം. യേശുവിന്റെ നാമത്തിൽ തന്നെ. ജോർജ് നിറ്റി കൈപ്പുറത്ത് നിന്ന് വിളിച്ചിരിക്കുന്നു. നീതു BSc നഴ്സിംഗ് പഠിക്കുന്നു. മീന +2 പാസ്സായി അടുത്ത ക്ലാസ്സുകളിലേക്ക് പോകണം. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഉന്നത പദവി അലങ്കരിക്കുവാൻ കുഞ്ഞുങ്ങളെ സഹായിച്ചാട്ട്, ദൈവിക പരിജ്ഞാനത്താൽ നിറച്ചാട്ട്, മാന്യതയോടെ ഉയർന്ന പദവി അലങ്കരിക്കുവാൻ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ. തിരുവനന്തപുരത്ത് ഷീജ വിളിച്ചിരിക്കുന്നു. ഷീബ 7th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു. ഗിബ്സ 5th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു. ഞങ്ങളെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നപ്പ ദൈവകൃപയെ പൊതിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗീയമായ ജ്ഞാനം കൊണ്ട് നിറച്ചാണ് ഉയർന്ന മാർക്കോടെ പാസ്സാർ കൊണ്ട് സഹായിക്കണം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. നവീൻ സുനില ന്യൂഡൽഹിയിൽ നിന്ന് വിളിച്ചിരിക്കുന്നു. ക്രിസ്റ്റീന 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു. തനുഷ് 1st സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. മാതാപിതാക്കൾക്ക് മാന്യനും അതേ കർത്താവെ അനുഗ്രഹിക്കപ്പെട്ട പൈതങ്ങളുമായി തീരുവാൻ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. ഉന്നത പദവുകൾ കയറട്ടെ. സ്വർഗീയ ദാനങ്ങൾ കൊണ്ട് നിറച്ചാട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ. രമ്യ വിളിച്ചിരിക്കുന്നു. പഠിക്കുന്നു. കുഞ്ഞിന്റെ പഠനത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. ഞങ്ങൾ ഒന്നിച്ച് കർത്താവെ പൈതലിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ദൈവകൃപയിൽ പൊതിഞ്ഞാട്ട്, സ്വകീയമായ ജ്ഞാനം കൊണ്ട് നിറച്ചാട്ട്. യേശുവിന്റെ നാമത്തിൽ തന്നെ. The roots of education are bitter, but the fruit is sweeter. മിസ്റ്റർ അരിസ്റ്റോട്ടിൽ പറഞ്ഞ ഒരു കൊട്ടേഷനാണ്. വിദ്യാഭ്യാസത്തിൻ്റെ വേരുകളൊക്കെ അല്പം കയ്പ് നിറഞ്ഞതാണെങ്കിലും അതിൻ്റെ ഫലം എപ്പോഴും മധുരമുള്ളതായിരിക്കും. ലോകം മുഴുവൻ ഉയർന്ന വിദ്യാഭ്യാസത്തിൻ്റെ ഉയർന്ന മേഖലകളിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പ്രേയിങ് കേരളയിൽ ഞങ്ങൾക്ക് ഓരോരുത്തരോടും ഈ അക്കാഡമിക പ്രോഗ്രാമിലൂടെ നൽകുവാനുള്ള ഉപദേശം, ഇനിയും നമ്മൾ ഉഴപ്പുന്ന കാലം കഴിഞ്ഞു.
ഈ വർഷം ആരംഭം മുതൽ തന്നെ നല്ല രീതിയിൽ പഠിച്ച് നല്ല റാങ്ക് സ്കോർ ചെയ്യുവാൻ നമുക്ക് എല്ലാവർക്കും ഇടയാകട്ടെ. ദൈവത്തിൻ്റെ അനുഗ്രഹം എല്ലാവരുടെ മേലും ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ തീർച്ചയായിട്ടും പ്രാർത്ഥിക്കുന്നു. ഒന്നിച്ച് ഓരോ പിതാവിനെയും മാതാവിനെയും സ്റ്റുഡൻറ്റിനെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് ഞാൻ പ്രാർത്ഥിക്കാൻ പോകുക. എന്നോടൊപ്പം കരങ്ങളെ ഉയർത്തി ചേർന്ന് പ്രാർത്ഥിച്ചാട്ട് ബഹുമാനപ്പെട്ട അധ്യാപകർ വീണ്ടും നമ്മോടൊപ്പം കടന്നു വരുന്നതായിരിക്കും. നമുക്കൊന്നിച്ച് യേശുവിൻ്റെ നാമത്തിൽ ഓരോ സ്റ്റുഡൻറ്റിനെയും ഓരോ പേരൻറ്റിനെയും ഓരോ അധ്യാപകരെയും ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവിക നന്മ കൊണ്ട് നിറയ്ക്കണം യേശുവിൻ നാമത്തിൽ പിതാവേ. ഹലോ കമോൺ പ്രമോദ്. ഈ അക്കാദമിയിൽ അതിശക്തമായി വചനത്തിൽ നിന്നും അവരുടെ എക്സ്പീരിയൻസിൽ നിന്നും ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ നിന്ന് സംസാരിച്ച ടീച്ചേഴ്സിനെ അനേകം പേർ വിളിച്ച് അവരോട് നന്ദി പറയുന്നു. ഒരുപാട് പേര് അനേകം പേർ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് വിളിക്കുന്നു. വളരെ നല്ല പാസ്റ്റർ, നമ്മുടെ പിള്ളേർ, നമ്മുടെ ഈ വർഷിപ്പ് ടീമിലുള്ള കുഞ്ഞുങ്ങള്, അവർക്ക് വേണ്ടി വിശേഷാൽ പാസ്റ്റർ പ്രാർത്ഥിക്കണം. തീർച്ചയായിട്ടും ഗ്രീഷ്മ പോസ്റ്റ് ഗ്രാജുവേഷന് പോകുന്നു. ജിനു 8th അവിടെ സ്റ്റേജിലുണ്ട്. ജിനു രണ്ടാമത്. ഡേവിഡ് +2 ഇവിടെ ഉണ്ട്. ക്രമിലുണ്ട്. സ്റ്റീവ് വീണ്ടും അവിടെ അങ്ങേയറ്റം ബ്ലൂ ഷർട്ട്. മേഘ നടുക്ക് 5th ആൻഡ് കെവിൻ അറ്റ് അക്യൂസ്റ്റിക് ഗിറ്റാർ. ലിവിൻ 9th grade ഓൺ കീബോർഡ്. തീർച്ചയായിട്ടും നമുക്ക് ഈ വിദ്യാർത്ഥികൾക്ക് വേണ്ടി എല്ലാം ചേർന്ന് പ്രാർത്ഥിക്കണം. പ്രേയിങ് കേരളയുടെ വർഷിപ്പ് ടീമിൽ ഓരോ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഞങ്ങളോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കണം. നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പ്രമോദ് പ്രാർത്ഥിച്ചാണ്. കർത്താവേ, സ്വർഗീയ നല്ല പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ കുഞ്ഞുങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവിന്റെ വലിയ തേജസ്സിനാൽ ഇവരെ മൂടണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കർത്താവേ നിന്നോട് കാണിക്കുന്ന ആ സ്നേഹം കർത്താവേ നീ ആദരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അനേകം പേർ കർത്താവേ ഇതിലേക്ക് ഫോൺ ചെയ്തു. കുഞ്ഞുങ്ങൾ അനേകം പേർ കർത്താവ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നു. അവരുടെ മേലും പരിശുദ്ധാത്മാവിന്റെ വലിയ തേജസ് ഇറങ്ങണമേ. കർത്താവേ, അങ്ങയുടെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, തുടർന്നുള്ള മണിക്കൂറുകളിൽ ദൈവത്തിന്റെ ആത്മാവിന്റെ തേജസ് വ്യക്തമായി വ്യാപരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ കർത്താവേ, ആമേൻ. പ്രമോദ്, ഇന്ന് നമുക്ക് വന്നിരിക്കുന്ന റിസോഴ്സ് പേഴ്സൺസ് എല്ലാം ദൈവം അയച്ചിട്ട് വന്നവരാണ്. ഞാൻ ഇന്ന് പകൽ ഇങ്ങനെ ക്ഷണിക്കട്ടെ, ദൈവം തന്ന ഒരുപാട് നന്മകൾ നമ്മിൽ നിക്ഷിപ്തമായിട്ടുണ്ട്. അത് മറ്റുള്ളവർക്ക് വേണ്ടി ദൈവനാമത്തിൽ അർപ്പിക്കുവാൻ താങ്കൾ സന്മനസ് കാട്ടുന്നെങ്കിൽ പ്രേയിങ് കേരള അതിന് തീർച്ചയായിട്ടും ഒരു പ്ലാറ്റ്ഫോം ഒരുക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. തീർച്ചയായിട്ടും വരുന്ന സെമിനാറുകളിൽ താങ്കൾക്കും ഈ ശുശ്രൂഷയിൽ ഞങ്ങളോടൊപ്പം കടന്നു വന്ന് ഈ ശുശ്രൂഷയിൽ സഹായിക്കുവാൻ, പങ്കാളിയാകാൻ സാധിക്കും. മറ്റനേകർക്ക് നമുക്ക് അനുഗ്രഹമാകുവാൻ കഴിയട്ടെ. പ്രേയിങ് കേരളയുടെ നമ്പർ സ്ക്രീനിൽ ഇപ്പോൾ തന്നെ വരുന്നുണ്ട്. തീർച്ചയായിട്ടും വിളിക്കുക. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. അപ്പോൾ തന്നെ 28-ാം തീയതി നടക്കുന്ന നമ്മുടെ 100ാമത്തെ ഈ ആരാധനയിൽ നിങ്ങൾക്ക് കടന്നു വരാവുന്നതാണ്. പ്രത്യേകിച്ച് 3 മണി മുതൽ 5 മണിയുള്ള ഒരു സമയത്ത് പാസ്റ്റർ ഹാരി ഗോമസ് നമ്മുടെ കൂടെ ഉണ്ടാവും. വലിയ ദൈവപ്രവൃത്തിയുടെ സമയമായിരിക്കും. തീർച്ചയായിട്ടും പ്രേയിങ് കേരള ഈ 100 ദിവസം ആകുമ്പോഴേക്ക് ലോകത്തിന് അനേക രാജ്യങ്ങളിൽ ആയിരക്കണക്കിന് ആളുകൾക്ക് അനുഗ്രഹമായി തീരുവാൻ ദൈവം ഇതിനോടകം ഇടയാക്കി. അടുത്തതായിട്ട് വരാൻ പോകുന്ന സെമിനാർ ഈസ് ഓൺ ഹെൽത്ത്. നമ്മുടെ ആരോഗ്യത്തെക്കുറിച്ചുള്ള സെമിനാർ ഞങ്ങൾ വേഗം ഹാർവസ്റ്റ് ടിവിയിൽ അത് അനൗൺസ് ചെയ്യുന്നതായിരിക്കും. തീർച്ചയായിട്ടും ആരോഗ്യ രംഗത്തുള്ള ശ്രേഷ്ഠരായ ആളുകൾ നമ്മോടൊപ്പം ഈ സെമിനാറിൽ പങ്കെടുക്കുവാനുണ്ടാകും. തീർച്ചയായിട്ടും റാൽഫ് വാൾഡോ എമേഴ്സൺ എന്ന് പറയുന്ന ആ ബഹുമാന്യ വ്യക്തി പറഞ്ഞത്, The secret in education lies in respecting the student. വിദ്യാർത്ഥികളെ മാനിക്കുന്നതിലാണ് വിദ്യാഭ്യാസത്തിന്റെ രഹസ്യം നിൽക്കുന്നതെന്ന്. He who opens a school door closes a prison എന്ന് വിക്ടർ ഹ്യൂഗോ എന്ന മാന്യ വ്യക്തി പറഞ്ഞിട്ടുണ്ട്. സ്കൂളിന്റെ വാതിൽ ഒരു വിദ്യാർത്ഥിക്ക് പഠിക്കാൻ വേണ്ടി തുറന്നു കൊടുക്കുന്നത് ആരാണോ ആ വ്യക്തി ജയിലിന്റെ വാതിലിനെ അടയ്ക്കുന്ന വ്യക്തിയാണ്. Education is the ability to listen to almost anything without losing your temper or self-confidence. റോബർട്ട് ഫ്രോസ്റ്റ് എന്ന ആ ആംഗലേയ കവി പറഞ്ഞിരിക്കുന്നത്, എഡ്യൂക്കേഷൻ is the ability to listen to almost anything. എന്തിനേയും കേൾക്കാനുള്ള ഒരു ശേഷി.
without losing your temperament or self-confidence. നമുക്കുള്ള ആത്മവിശ്വാസമോ നമ്മുടെ മനസ്സിന്റെ നിലവാരമോ കൈവെടിയാതെ എത്ര നല്ല 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 ചിന്തകളാ ഈ ശ്രേഷ്ഠരായ ആളുകൾ നമുക്ക് വേണ്ടി പറഞ്ഞിരിക്കുന്നത്. രണ്ട് കരങ്ങളും ഉയർത്തി എല്ലാവരും എഴുന്നേറ്റ് ചേർന്ന് യേശുനാമ 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 Education is what survives when what has been learned has been forgotten. B.F. Skinner എന്ന മാന്യദേഹമാണത് പറഞ്ഞത്. യേശുനാമ യേശുനാമ യേശുനാമ. ലോർഡ് ബ്രൗൺ പറഞ്ഞിരിക്കുന്നത്, education makes a people easy to lead but difficult to drive, easy to govern but difficult to enclave. Education has for its object the formation of character. Herbert Spencer ആണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. There is no substitute for hard work. തോമസ് ആൽവ എഡിസൺ ആണത് പറഞ്ഞത്. If you think you can win, you can win. Faith is necessary. വില്യം ഹസ്ലിറ്റ് അത് പറഞ്ഞിരിക്കുന്നു. I tell you, you will win. This academic year, you will win. ഈ അക്കാഡമിക് ഇയറിൽ നിങ്ങൾ പരാജയപ്പെടില്ല, വിജയിക്കും. You are a victor. നിങ്ങൾ വിജയാളി തന്നെ. രണ്ട് കരങ്ങളും യേശുനാമ 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 You are born to be successful. You are born to be successful in your life, in your studies, and in your career. നമുക്കൊരു ടെലിഫോൺ വന്നിട്ടുണ്ട്. ഹലോ 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 ഹലോ, ഞാൻ ജോർജ് ഫിലിപ്പാണ്, ട്രിവാൻഡ്രത്ത് നിന്ന്. സാറേ പറഞ്ഞാട്ട്. ജോർജ് ഫിലിപ്പ് സാറേ. ജോർജ് ഫിലിപ്പാണ്, ട്രിവാൻഡ്രത്ത് നിന്ന്. സാറേ വേഗം പറഞ്ഞാട്ട്. എന്റെ ഒരു മകനുണ്ട്, ജയൻ എന്നാണ് പേര്. 27 വയസ്സുണ്ട്. സ്പെഷ്യൽ സ്കൂളിൽ പോകുന്നുണ്ടായിരുന്നു. മെന്റലി റിട്ടയർഡ് ആണ്. അന്നേരം ഒരു എഴുതാനും വായിക്കാനൊക്കെ അറിയായിരുന്നു. ഇപ്പൊ അതിനൊന്നും ഇൻട്രസ്റ്റ് ഇല്ല. അതുകൊണ്ട് ദയവായി അറ്റ്ലീസ്റ്റ് ഇപ്പൊ ഒന്നും അറിയത്തില്ല, ദയവായി അറ്റ്ലീസ്റ്റ് എഴുതാനും വായിക്കാനും ഉള്ള കഴിവുണ്ടാകാൻ വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. തീർച്ചയായിട്ടും ജോർജ് ഫിലിപ്പ് സാറെ മകന് വേണ്ടി പ്രാർത്ഥിക്കാം. 27 വയസ്സുള്ള ആ മകന്, അദ്ദേഹത്തിൻ്റെ മകന് മെൻ്റലി അഫക്റ്റഡ് ആണ്. സ്പെഷ്യൽ സ്കൂളിലാണ് കുഞ്ഞ് പഠിച്ചത്. നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. എല്ലാ നിലയിലും ദൈവം ആ യുവാവിനെ അനുഗ്രഹിക്കേണ്ടതിന്, മാത്രമല്ല എന്തെല്ലാം ഡിഫക്റ്റ് ആ ശരീരത്തിലുണ്ട് അതെല്ലാം കർത്താവ് മാറ്റേണ്ടതിന് നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ രംഗത്തായിരിക്കുന്ന പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. പഠിക്കാനുള്ള ശേഷി കുറവ്, പഠിക്കാൻ കോംപ്രിഹെൻസീവ് കപ്പാസിറ്റി കുറവ്, ഗ്രഹിക്കാനുള്ളതായ ശേഷി കുറവ്, ഓർമ്മ കുറവ്, പഠിക്കുന്ന കാര്യം ഓർക്കുമ്പോൾ തലവേദന, വയറുവേദന, അവിടെ ഇവിടെ എല്ലാം വേദന വരുന്ന അവസ്ഥ, പഠിക്കാനായിട്ട് ഒട്ടും താല്പര്യമില്ലാത്ത അവസ്ഥ, ഇതിനെല്ലാം യേശു വിടുതൽ തരുവാൻ ഇന്ന് പകലുണ്ട്. താങ്കളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. യേശുവിൽ വിശ്വസിച്ചുകൊണ്ട് നിങ്ങളുടെ കരങ്ങളെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ഉയർത്തിക്കൊണ്ട് എന്നോട് ചേർന്ന് പ്രാർത്ഥിച്ച് യേശുവിൻ്റെ നാമത്തിൽ ഈ പകൽ ഞാൻ ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഓരോ വിദ്യാർത്ഥിനിയുടെ മേലും അങ്ങയുടെ കരം നീട്ട്. പ്രത്യേകിച്ച് ഈ പറയപ്പെട്ടതായുള്ള പ്രയാസത്തിലൂടെ പോകുന്ന കുഞ്ഞുങ്ങൾക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ
അവർ ആരോഗ്യവും സൗഖ്യവുമുള്ളവരായി തീരട്ടെ. നന്മ കൊണ്ട് അവിടെ നിന്ന് നിറയ്ക്കും. പ്രത്യേകിച്ച് ജോർജ് ഫിലിപ്പ് സാറിന്റെ മകനായി പ്രാർത്ഥിക്കുന്നു. എല്ലാ നിലയിലും വികസനം ആ മകൻ ഉണ്ടാകട്ടെ. യേശുവിൻ നാമത്തിൽ പിതാവേ. തിരുവനന്തപുരത്ത് നിന്ന് സുനിൽ ദീപ ദമ്പതികൾ വിളിച്ചിരിക്കുന്നു. അലൻ അലീന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ദൈവിക കൃപയിലെ കുഞ്ഞുങ്ങൾ വളർന്നു വരുവാൻ കർത്താവേ നീ അവരെ അനുഗ്രഹിക്കുന്ന ദൈവകേ സ്തോത്രം. കർത്താവേ, ആ കുഞ്ഞുങ്ങളായിരിക്കുന്ന ഓരോ മേഖലകളിലും കർത്താവരുടെ കഴിവുകളെ തെളിയിക്കുവാൻ ദൈവം നീ അവരോട് കൂടെ ഇരിക്കുവാനാണെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ. അമ്മേൻ തങ്കച്ചൻ കോട്ടയത്ത് നിന്ന് വിളിച്ചിരിക്കുന്ന മകൻ റിജോ 7ാം ക്ലാസ്സിൽ പഠിക്കുന്നു. കർത്താവേ, ആ മകനെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവൻ പഠിത്തത്തിൽ കർത്താവേ ഉയർന്നു പറഞ്ഞ കർത്താവേ, അവന്റെ ബുദ്ധിമണ്ഡലങ്ങളെ യേശുവിന്റെ നാമത്തിൽ തുറക്കുന്ന പച്ച ഹല്ലേലൂയ. അവന്റെ ഭാവി അങ്ങ് അനുഗ്രഹിച്ചാട്ട് കർത്താവ് അങ്ങനെ ചെയ്ത കൃപയ്ക്കായി സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ. അമ്മേൻ. 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകൻ വർഗീസ്, 8th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന ജോർജ്, +2 പഠിക്കുന്ന തോമസ്, ഈ 3 മക്കൾക്ക് വേണ്ടി പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്നു. തൃപ്പൂണിത്തുറയിൽ നിന്ന് അബു ബിന്ദു ദമ്പതികൾ യേശുവിന്റെ നാമത്തിൽ കർത്താവ് കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവിക നന്മകൾ കർത്താവ് കുഞ്ഞുങ്ങളെ നിറയ്ക്കുമാറാകണമേ. അവരുടെ പാഠ്യ വിഷയങ്ങളിലെല്ലാം കർത്താവ് അവർക്ക് നല്ല രീതിയിൽ മാർക്ക് വാങ്ങുവാൻ തൊക്കെയാണ്. ആ കുഞ്ഞുങ്ങളോട് നീ കൂടിയിരിക്കുന്നതിന് സ്തോത്രം. കർത്താവ് അവരുടെ വിദ്യാഭ്യാസം നീ അനുഗ്രഹിക്കുന്നതിനായ സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ. അമ്മേ, രവി, ജാനമ എന്നീ മാതാപിതാക്കൾ ട്രിവാൻഡ്രത്ത് നിന്ന് വിളിച്ചിരിക്കുന്നു. ബൈജു 9ാം ക്ലാസ്സിൽ പഠിക്കുന്നു. വിജയൻ 7ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ശ്രീജ 1ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഇവർക്ക് വേണ്ടി പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുകയാണ്. കർത്താവെ, ആ 3 മക്കളെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവർ തികഞ്ഞ ദൈവിക ജ്ഞാനത്താൽ നിറച്ചാട്ട് അവരുടെ പഠന വിഷയങ്ങളിൽ കർത്താവെ അവർ ഒന്നാമത് എത്തട്ടെ പച്ച നാമത്തിൽ അനുഗ്രഹിക്കുന്നു. കർത്താവ് അങ്ങനെ ചെയ്ത കൃപയ്ക്കായി സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. പ്ലേ സ്കൂളിൽ പഠിക്കുന്ന മകൻ ജോയലിന് വേണ്ടി പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്നു. ജിബു ജിൻസി ദമ്പതികൾ കോഴഞ്ചേരിയിൽ നിന്ന് യേശുവിന്റെ നാമത്തിൽ കർത്താവ് പൈതലിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആ മകന്റെ വളർച്ചാ ഘട്ടങ്ങളിൽ നീ കൂടെ ഇരിക്കുന്നതിനായി സ്തോത്രം യേശുവിന്റെ നാമത്തിൽ. കർത്താവെ, നല്ലൊരു ബുദ്ധി, കർത്താവെ നല്ല ആരോഗ്യത്തോടെ കുഞ്ഞു വളർന്നു വരുവാന്നൊക്കെ ഇടയാണ്ടിനെ പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. നിഖിൽ എഞ്ചിനീയറിംഗ് പഠിക്കുന്നു. ശിഖര 10ൽ പഠിക്കുന്നു. ഇവർക്ക് വേണ്ടി പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്നത് മാവേലിക്കരയിൽ നിന്ന് നെബു സുധ എന്ന മാതാപിതാക്കളാണ്. കർത്താവെ, ആ മക്കളെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന പച്ച എഞ്ചിനീയർ പഠിക്കുന്ന മകനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഭാവി ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. കർത്താവെ, ആ 10ൽ പഠിക്കുന്ന മകളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ രണ്ടുപേരും ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സകല സ്വർഗീയ നന്മകളാൽ നിറയട്ടെ. പ്രാർത്ഥനയുടെ കൃപയ്ക്കായി സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ. നമുക്ക് ടെലിഫോൺ വന്നിട്ടുണ്ട്. ഹലോ, തിരുവനന്തപുരത്ത് നിന്നാണ്. ആരാ വിളിക്കുന്നേ? ചന്ദ്രിക എന്നാണ് പേര്. എന്റെ മക്കള് മൂത്ത മകള് നീതു BSc നഴ്സിംഗിന് 2nd ഇയറിന്റെ പരീക്ഷ എഴുതിയിരിക്കുന്നു. നല്ല റിസൾട്ടിന് വേണ്ടി. ബാക്കിയുള്ള 2 വർഷം നന്നായിട്ട് പഠിക്കുന്നതിന് വേണ്ടി BSc നഴ്സിംഗിനാണ്. രണ്ടുപേരും ഇളയ മകള് നീമ BSc നഴ്സിംഗിന് 1st ഇയർ പഠിക്കുന്നു. നന്നായിട്ട് പഠിക്കുന്നതിന് വേണ്ടി എല്ലാ പരീക്ഷയ്ക്കും നല്ല മാർക്ക് കിട്ടുന്നതിന്. എന്റെ അനിയത്തിയുടെ മകൻ അതുൽ +2 പഠിക്കുന്നു. +1 നല്ല മാർക്ക് കിട്ടുന്നതിന് വേണ്ടി നന്നായിട്ട് പഠിക്കുന്നത്. അത് അതുല്യ അനിയത്തിയുടെ മകളാണ്. അതിനിപ്പം +1 അഡ്മിഷനാണ്. അത് നല്ല പഠിക്കുന്നതിന് വേണ്ടി തീർച്ചയായിട്ടും മിസ് ചന്ദ്രിക, തീർച്ചയായിട്ടും മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. മൂത്ത മകൾ നീതു 2ാമത്തെ വർഷം BSc നഴ്സിംഗിന് പഠിച്ചു കഴിഞ്ഞു. എക്സാം എഴുതിയിട്ട് റിസൾട്ട് വെയിറ്റ് ചെയ്യുന്നു. 2ാമത്തെ മകള് നീമ 1st ഇയർ BSc നഴ്സിംഗിന് പഠിക്കുന്നു. മാത്രമല്ല അനിയത്തിയുടെ മകന് +2ലേക്ക് കയറി നല്ല വിജയം ദൈവം അവിടെ കൊടുക്കേണ്ടതിന് അതുല്യ +1 അഡ്മിഷൻ ലഭിക്കണം. നമുക്ക് തീർച്ചയായിട്ടും പ്രാർത്ഥിക്കാം. +1 +2 സ്കൂളുകളിൽ പഠിക്കുന്ന ആയിരക്കണക്കിന് വിദ്യാർത്ഥികളുടെ വിവരങ്ങൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഇവിടെ വന്നിട്ടുണ്ട്. നമുക്ക് ഒന്നിച്ചു ചേർന്ന് പ്രാർത്ഥിക്കാം. ഇപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ ഈ 4 മക്കളെയും അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കരം അവരോടുകൂടെ ഇരിക്കണം. ഉയർന്ന നിലയിൽ ഉള്ള റിസൾട്ട് അവിടുന്ന് അവർക്ക് കൊടുക്കണമേ. അവർ പഠനത്തിൽ മാത്രമല്ല ജീവിതത്തിലും വിജയികളായി തീരുവാൻ അവിടുന്ന് ഇടയാക്കണം കർത്താവെ. അതുപോലെ മറ്റ് വിദ്യാർത്ഥികൾക്കായി പ്രാർത്ഥിക്കുന്നു. അവർക്ക് ഉയർന്ന വിജയം അവിടുന്ന് നൽകണം യേശുവിൻ നാമത്തിൽ പിതാവേ. ടോം സാറെ, അഗൈൻ നമുക്ക് കടന്നു വരാനിടയായതിൽ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. So could you teach us a couple of lessons on leadership? The first lesson on leadership is to recognize where all we play leadership. നമുക്ക് ഈ നേതൃത്വം എവിടൊക്കെ ഒരു അവസരമുണ്ട്. സോ ഇപ്പം നമ്മൾ ഈ അക്കാഡമിയിൽ ഈ പ്രോഗ്രാമിൽ വി ആർ ടോക്കിംഗ് അബൌട്ട് 3 segments: parents, teachers and students.
ഈ മൂന്നിടത്തും ലീഡർഷിപ്പ് ബാധ്യത ഇസ് ഇൻ ഫുൾ ഫോഴ്സ്, ക്യാൻ ബി അപ്ലൈഡ് ഇൻ ഫുൾ ഫോഴ്സ്. ലീഡർഷിപ്പ് ശരിക്കും നമ്മുടെ അക്കാഡമിക എന്ന ഈ പ്രോഗ്രാമിൽ സെമിനാറിൽ നമ്മൾ ഡീൽ ചെയ്യുന്ന 3 സെഗ്മെന്റ് ലീഡർഷിപ്പിന്റെ ബെസ്റ്റ് പ്ലാറ്റ്ഫോംസ്. The reason I say that is ഈ പിള്ളേർ പഠിച്ച് ഇറങ്ങി വരുമ്പം അവർ അടുത്ത് ഒന്നി ഡോക്ടറാവും, വല്ല കോർപ്പറേറ്റ്സിൽ കയറും, വല്ല ചാർട്ടേഡ് അക്കൗണ്ടൻസ് ആവും, വല്ല ആർമി കയറുമായിരിക്കും, whatever it is. ഈ എല്ലായിടത്തും പോകുന്നേരം അവർ ഈ ലീഡർഷിപ്പ് ക്വാളിറ്റീസ് എക്സിബിറ്റ് ചെയ്യും ആസ് ബീങ് അണ്ടർ എ ലീഡർ ആൻഡ് ടു ബി എ ലീഡർ. സോ ഇതെല്ലായിടത്തും ഇതൊരു വേണ്ടിയ ഒരു പ്ലാറ്റ്ഫോമാണ്. സോ വെരി ഇമ്പോർട്ടൻ്റ്ലി ടീച്ചേഴ്സ് ആൻഡ് പേരൻസ് ഹാവ് എ സ്ട്രോങ് റോൾ ഇൻ ലീഡർഷിപ്പ്. പിള്ളേരെ നേരത്തെ തന്നെ പഠിപ്പിച്ചാൽ അവർ ഈ ഡിഗ്രിയിലൊക്കെ വരുമ്പോൾ ആ സമയത്ത് ഒരു സെക്കൻഡ്, നമുക്കൊരു ടെലിഫോൺ വന്നിട്ടുണ്ട്. ഹലോ ഹലോ സാറേ, പറഞ്ഞാട്ടെ. പ്രാർത്ഥിക്കുന്ന കേരളമല്ലേ? അതെ, പ്രാർത്ഥിക്കുന്ന കേരളം. ഞാൻ കോട്ടയത്തു നിന്നൊരു പേരന്റാ വിളിക്കുന്നേ. പറഞ്ഞാട്ടെ സാറേ. ഈ സമയത്ത് നമ്മുടെ കുഞ്ഞുങ്ങൾ ഒരുപാട് മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായിട്ട് നമുക്ക് പോകുന്നുണ്ട്. പല ആൾക്കാരും വീട്ടിൽ ചെല്ലുന്നില്ല, രാവിലെ കോളേജിലോട്ട് പോകുന്നില്ല, സ്കൂളിലോട്ട് പോകുന്നു, സ്കൂളിൽ ചെല്ലാതെ അവരുടേതായ വഴിക്ക് അവരുടേതായ ലോകത്ത് പോകുന്നു. അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഈ പ്രാർത്ഥനാ സമയത്ത് പ്രാർത്ഥിക്കാൻ സാധിക്കുമെങ്കിൽ നല്ലതായിരുന്നു. തീർച്ചയായിട്ടും. ഇപ്പോൾ ഒരു പേരന്റ് ടെലിഫോണിൽ വന്നിട്ടുണ്ട്. ദൈവത്തെ അറിയുവാനും ദൈവസന്നിധിയിലേക്ക് കടന്നു വരുവാനും ഒക്കെ വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുമോ? തീർച്ചയായിട്ടും പ്രാർത്ഥിക്കാം. താങ്ക് യു സാറെ, വിളിച്ചതിന്. നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഒരുപാട് വിദ്യാർത്ഥിനികൾ, പ്രത്യേകിച്ച് ഞങ്ങൾ കോട്ടയത്തെ കൗൺസിലിങ്ങുമായി ബന്ധപ്പെട്ട് ഒരുപാട് യങ്സ്റ്റേഴ്സ് 8, 9, 10 ഒക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ. സാറേ, ശരിക്കും വളരെ ദാരുണമായ ഒരു സ്ഥിതിവിശേഷമാണ് കേരളത്തിൽ എല്ലായിടവും നമുക്ക് കാണാൻ പറ്റുന്നത്. ധാരാളം വിദ്യാർത്ഥിനികൾ മദ്യത്തിനും ഒക്കെ അടിമകൾ. നമുക്കൊന്നിച്ചൊന്ന് പ്രാർത്ഥിക്കാം. തീർച്ചയായിട്ടും ഇപ്പോൾ ഒരു പേരൻറ്റിൻ്റെ വിലാപമാണ് നമ്മൾ കേട്ടത്. എന്നോടൊപ്പം പ്രാർത്ഥിക്കുന്ന കേരളത്തിൽ അക്കാഡമിയ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരും യേശുവിൽ വിശ്വസിച്ച് അതിൻ്റെ അടയാളമായി 2 കരങ്ങളും ഉയർത്തി ഞങ്ങളോട് ചേർന്ന് പ്രാർത്ഥിച്ച്, കർത്താവേ, കേരളത്തിൽ ആകമാനം, ഇന്ത്യയിൽ ആകമാനം, പ്രത്യേകിച്ച് ഞങ്ങളുടെ വിദ്യാഭ്യാസ മണ്ഡലങ്ങളിൽ വിദ്യാർത്ഥിനികളിൽ ഒരു പുതിയ സംസ്കാരം തന്നെ ഉളവാകണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവികമായൊരു സംസ്കാരം ഞങ്ങളുടെ വിദ്യാർത്ഥിനികളിൽ ഉണ്ടാകട്ടെ. അവരെയും അവരുടെ ശരീരത്തെയും ദൈവോന്മുഖമായി സൂക്ഷിക്കുന്ന ഒരു നിലവാരത്തിലേക്ക് എല്ലാവരും യേശുവിൻ്റെ നാമത്തിൽ ധാർമ്മിക മൂല്യം ഉള്ളവരായി ഓരോരുത്തരും വളരട്ടെ. അടിമത്തങ്ങളിൽ നിന്ന് അവരെല്ലാവരും വിമോചനം പ്രാപിക്കട്ടെ. നന്മ കൊണ്ട് നിറയ്ക്കണം യേശുവിൻ്റെ നാമത്തിൽ പിതാവേ. സാറേ, കമോൺ. ഇപ്പം ചോദിച്ച പോലെ what is the leadership that people, students, teachers, parents can exhibit? എനിക്കൊരു 4 വാക്കുകൾ മാത്രം പറയാനുള്ളൂ. 4 വാക്കുകൾ on leadership. Only on leadership, or to exhibit leadership. Come on. Now, I would say, ask yourself in every situation before you act. Before you act, ask yourself in every situation, what would Jesus do? What would Jesus do? ഈ ഒരു സിറ്റുവേഷനിൽ യേശു ക്രിസ്തു എന്തോ ചെയ്യും? If he were in that situation. Come on. And he is a person who has been through all situations. You may say he has never had children, but that's wrong. He is the father of about 7 billion people in this world. Because Jeremiah 1:5 says, before I formed thee in the belly, I knew thee. Before thou came forth out of the womb, I sanctified thee. And I ordained thee a prophet unto the nations. നീ അമ്മയുടെ ഉദരത്തിൽ നിന്ന് ഉരുവാകുന്നതിന് മുമ്പ് ഞാൻ നിന്നെ കണ്ടു and sanctified. അമ്മയുടെ ഉദരത്തിൽ നിന്ന് പുറത്തു വരുന്നതിന് മുമ്പ് ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു. അടുത്തത്, വീണ്ടും ഉദരത്തിൽ നിന്ന് പുറത്തു വരുന്നതിന് മുമ്പ് ഞാൻ ജാതികൾക്ക് നിന്നെ പ്രവാചകനായി നിയമിച്ചു. That means each person has come with an appointment order. My goodness. And they are all been treated on the same way, with respect to what it is, whichever place they are from. They are all in the same scenario. They have all been given the same. അപ്പോൾ ഇന്ന് ജനിച്ച അല്ലെങ്കിൽ അമ്മയുടെ ഉദരത്തിൽ നിന്ന് ഇന്ന് രാവിലെ പ്രസവിച്ച ഒരു കുഞ്ഞാണെങ്കിൽ പോലും അതൊരു കുഞ്ഞെന്ന് നമ്മൾ അതിന്റെ സൈസ് കൊണ്ടായിരിക്കും വിളിക്കുന്നത്. 8 മിനിറ്റിന്റെ പ്രായമുള്ള കുഞ്ഞോ 80 കുഞ്ഞോ, whichever it is.
They are he all, or she has an appointment they order. have all an appointment order. My God, എത്ര ശ്രേഷ്ഠമായ ഒരു പാഠമാ നമ്മുടെ ജീവിതത്തിലേക്ക് ഇന്ന് പകൽ ടോം സാർ പറഞ്ഞിരുന്നത്. അമ്മയുടെ ഉദരത്തിൽ നമ്മൾ ഭൂമിയിലേക്ക് വരുന്നതിന് മുൻപ് നമ്പർ 1 ഒന്ന് നമ്മെ കണ്ടൊരു ദൈവം, 2 നമ്മെ വിശുദ്ധീകരിക്കുന്ന ഒരു ദൈവം, 3 നമ്മുടെ കയ്യിൽ ഒരു അപ്പോയിൻമെൻ്റ് ഓർഡർ തരുന്നൊരു ദൈവം. ഈ ശ്രേഷ്ഠനായ ദൈവത്തെ, യേശുവിനെ പിൻപറ്റുവാൻ അക്കാഡമിയ എന്ന പ്രേയിങ് കേരളയുടെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ഈ അധ്യയന വർഷം മുതൽ ഇടയാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. സാറേ, ആ റെഫറൻസ് ഒന്നുകൂടെ ഒന്ന് പറയുമോ? ജെറമ്യ chapter 1 verse 5. ജെറമ്യ ചാപ്റ്റർ 1 വേഴ്സ് 5. യെരമ്യാവ് 1:5 വാക്യമാണ്. തീർച്ചയായിട്ടും 1 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ ഇന്ന് തന്നെ കഴിയുമെങ്കിൽ ബൈബിളിൽ നിന്ന് വായിക്കണം. അടുത്തത് സാറേ. എനിക്ക് ആക്ച്വലി ഇനിയോട് പറയാനുള്ള കാര്യം, യു ഹാവ് മെൻഷൻ ദിസ് ഓൾസോ, ഹാർഡ് വർക്ക്. The only way to succeed, overcome hard work is hard work. എനിക്കറിയത്തില്ലായിരുന്നു തോമസ് ആൽവ എഡിസൺ അത് പറഞ്ഞത്. എൻ്റെ കയ്യിലുള്ള കൊട്ടേഷൻസിനകത്ത് അത് കിടപ്പുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ തൊട്ട് എന്നോട് തന്നെ പറയുന്നൊരു കാര്യമാണ്, ഹാർഡ് വർക്ക് ഈസ് എ സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ഹാർഡ് വർക്ക്. I'll give an example to this. India is a nation, is a cricket loving nation. Cricket loving nation. Everybody wants to be a cricketer, at least in their dreams. Correct. So in that scenario, ഈ ഒരു ക്രിക്കറ്റർ എത്ര സമയം അവന് ക്രിക്കറ്റ് നെറ്റ് പ്രാക്ടീസിന് പോകുന്നുണ്ട്? നമ്മൾ ഈ ഹോംവർക്കിനെ പറ്റി ഇപ്പം പറഞ്ഞു, ബട്ട് അതിന് മുമ്പേ ഒരു കാര്യം പറഞ്ഞു, നമുക്ക് വേണ്ടിയ ലൈൻ ചൂസ് ചെയ്യണം. ദൈവം എല്ലാവർക്കും ഒരു ലൈൻ ഉണ്ടാക്കി ഇട്ടിട്ടുണ്ട്. That means അവരുടെ കരിയറിന്, അവരുടെ ലൈഫിന്, they all have a purpose for which they have come into this earth. It's important for everybody to understand their purpose. For the child to understand, the student, the parent and the teacher to understand and help these people fulfill their purpose. അപ്പം നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം ഒക്കെ ആ നിലയിലേക്ക് വരണം അല്ലേ? കാരണം ഒരു സ്റ്റുഡൻറ്റിന് തീർച്ചയായിട്ടും അറിയണം, ഒരു 10ാം ക്ലാസ് വരെ പഠിക്കുമ്പോഴേക്ക് അറിയണം. എഡ്യൂക്കേഷൻ സിസ്റ്റം എന്ന് പറയുമ്പോൾ ബേസിക്കലി ഇറ്റ് ഷുഡ് എൻകറേജ് റിസർച്ച്, ഇറ്റ് ഷുഡ് എൻകറേജ് ഇൻവെസ്റ്റിഗേഷൻ. വിളമ്പി കൊടുക്കുമല്ല വേണ്ടിയ, പക്ഷെ കണ്ടുപിടിക്കണം. കണ്ടുപിടിക്കുമ്പം ഓരോരുത്തർ അറിവ് കൂടുതൽ വരും. ആരും എന്നോട് പറഞ്ഞ കളിയാക്കി പറഞ്ഞ PhD ഈസ് ഫിനോമിനലി ഡം. പക്ഷെ അത് ശരിയാ. ബിക്കോസ് PhD ചെയ്യാൻ പോകുന്നേരം ഞാൻ ഒരു ടോപ്പിക് എടുക്കുമ്പോൾ ഐ റിയലൈസ് ഐ ഡു നോട്ട് നോ എനിത്തിങ്, ആൻഡ് ദെൻ ഐ സ്റ്റാർട്ട് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓൺ ഇറ്റ്. I start researching on it. The more I do that, the more I understand. The same thing the Lord has said to all of us. സാറത് പറഞ്ഞപ്പോൾ കേരളത്തിലെ ഗവൺമെൻറ് സ്കൂളുകൾ 5250 സ്കൂളുകളുണ്ട്. പ്രൈവറ്റ് എയ്ഡഡ് സ്കൂൾസ് ഇൻ കേരള 7947 സ്കൂൾസ് കേരളത്തിലുണ്ട്. നമ്പർ ഓഫ് അൺഎയ്ഡഡ് സ്കൂൾസ് ഇൻ കേരള 1282 സ്കൂൾസ്. നമ്പർ ഓഫ് കോളേജസ്, universities, 13 universities we have in Kerala. Medical colleges 19, teachers training colleges 66, engineering colleges 74, art and science college 195, polytechnic 55 and others 323. 323 സ്ഥാപനങ്ങൾ. My God, എന്തുമാത്രം ലക്ഷക്കണക്കിന് കുട്ടികളാണ് ഈ സ്ഥാപനങ്ങളിൽ. അത് നമ്മൾ കേരളത്തിന്റെ കാര്യം മാത്രം പറയുന്നുള്ളൂ. There are other 23 other states. Last issue of the Economist magazine, international magazine, says how India has failed its students. My God, they are not prepared to face anything. ഞാൻ ഈ ജോലി ചെയ്ത in the Tata Group or in the Reliance, I have had the privilege of, or I don't know if it is a privilege, to have interviewed thousands of students. I had n number of engineers coming. I asked them a simple question about basic motion or moment, they couldn't answer it. And they have a degree called BE or BTech. So we have thousands of institutions, but we do not have people who are ready. So ഇത് ഞാൻ പിന്നെയും ചോദിക്കുന്ന ഒരു കാര്യമാണ്, എല്ലാവർക്കും ഒരു സ്വന്തമായിട്ടൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഫസ്റ്റ് ടു ഐഡന്റിഫൈ വാട്ട് ഇസ് ദെയർ പർപ്പസ് ആൻഡ് ഒബ്ജക്റ്റീവ്. Help the other person to identify. That is when the leadership role comes in. That's for the parent and the teacher. തീർച്ചയായിട്ടും. So ഇത് നമ്മൾ ചെയ്താലേ ഉള്ളൂ നമ്മൾ ഈ സമൂഹത്തിന് ഒരു ഗുണമാകുന്നത്. Otherwise we will be a nation full of professionals without jobs.
That means the paradigm, the entire paradigm should change. നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ രാജ്യത്തിന് ആവശ്യമായിരിക്കുന്നത് ചെറിയ ക്ലാസ്സുകൾ മുതലുള്ള പഠന മണ്ഡലങ്ങൾ, ലീഡേഴ്സിനെ ഡെവലപ്പ് ചെയ്യുന്ന, ഓരോ സെഗ്മെന്റിലേക്കും ലീഡേഴ്സിനെ ഡെവലപ്പ് ചെയ്യുന്ന വിദ്യാഭ്യാസ സംവിധാനങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. LKG മുതൽ പഠിക്കാൻ പോകുന്ന വിദ്യാർത്ഥിനികളോട് ഞങ്ങളിങ്ങനെ പറയട്ടെ, പ്രേയിങ് കേരളയിൽ ഞങ്ങൾ ഇങ്ങനെ സന്തോഷത്തോടെ പറയട്ടെ, യു ആർ എ ലീഡർ. നിങ്ങൾ ഒരു ലീഡറാണ്. എന്നോട് ചേർന്നത് പറ, ഞാൻ ഒരു ലീഡറാണ്. ആ ഒരു വീക്ഷണത്തോടെ തീർച്ചയായിട്ടും ഈ വർഷം നമ്മുടെ അധ്യയന വർഷം തുടങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സാറേ, ടോം സാറേ, എനിക്കറിയാം ഒരുപാട് പാഠങ്ങൾ സാറിന് ഞങ്ങളോട് പറയാനുണ്ട്. വരും ദിവസങ്ങളിൽ നമുക്ക് വീണ്ടും ഇതുപോലെ തന്നെ നമുക്ക് അക്കാഡമി ആ പ്രോഗ്രാമിൽ നമുക്ക് ഒന്നിച്ചു വരണം. ഇന്ന് സമയത്തിൻ്റെ പരിമിതി നമുക്കുണ്ട്. താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് ഓൾ ദ വേ ഫ്രം ട്രിവാൻഡ്രം ആൻഡ് ഇൻവെസ്റ്റിംഗ് യുവർ വാല്യുബിൾ ലെസൺസ് വിത്ത് us. ഞങ്ങൾക്ക് അത് പഠിപ്പിച്ചതിന് പ്രത്യേകം നന്ദി പറയുന്നു. പ്രത്യേക അഭിനന്ദനങ്ങൾ സാറിനെ അറിയിക്കുന്നതിൽ ഞങ്ങൾ സന്തോഷിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഒരു അനുഗ്രഹിക്കപ്പെട്ട ലീഡറായി, നേഷൻ ബിൽഡറായി, രാജ്യത്തെ കെട്ടുപണിയുന്ന വ്യക്തിയായി നമുക്ക് ഓരോരുത്തർക്കും വളരുവാൻ ദൈവം ഇടയാക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഷേർലി മഞ്ഞാടിയിൽ നിന്ന് വിളിച്ചിരിക്കുന്നു. സോന ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു. നെവിൻ 8-ല്, നേഹ 12ാം ക്ലാസ്സിലെ, സ്വീറ്റി 7ാം ക്ലാസ്സിലാണ്. യേശുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ കുടുംബത്തെ ഓരോ കുഞ്ഞുങ്ങളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യഹോവ ഭക്തിയാൽ തന്റെ കുഞ്ഞുങ്ങളുടെ ഹൃദയം നിറയുമാറാകട്ടെ. അവർ അങ്ങനെ ഉന്നത പദവി അലങ്കരിക്കുവാൻ, സ്വർഗീയ വിജയം കൈവരിപ്പാൻ സ്വർഗത്തിലെ ദൈവത്തിന്റെ ജ്ഞാനത്തെ തുറന്നു കൊടുത്താണ് എല്ലാ മേഖലയിലും ഒരു ഉയർച്ച പ്രാപിക്കട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ. കൊണ്ടാട്ടുന്ന തോമസ് കോച്ച് പഠിച്ചിരിക്കുന്നു. സൂസന്ന 10 പഠിക്കുന്നു. സഞ്ജു 50 പഠിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നന്നായി പഠിച്ചെടുക്കുവാൻ തക്കവണ്ണം സ്വർഗീയ ജ്ഞാനം കൊണ്ടുവരെ നിറയ്ക്കണമേ യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. രഞ്ജിത്ത് സുനിത തിരുവനന്തപുരത്ത് നിന്ന് വിളിച്ചിരിക്കുന്നു. ജിഷു UKG പഠിക്കുന്നു. ജിൻസി ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു. കർത്താവേ, ഈ കൊച്ചു വേദങ്ങളെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവിക പരിജ്ഞാനത്താൽ കുഞ്ഞുങ്ങളെ നിറയ്ക്കണം. അവരുടെ വരവ് പോക്കുകളെല്ലാം സ്വർഗത്തിലെ ദൈവത്തിന്റെ കൃപയിൽ അവരെ പരിപാലിച്ച് അനുഗ്രഹിക്കപ്പെട്ട തലമുറയായി വർദ്ധിച്ചു വരുവാൻ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. വിജയ് പഠനകാട്ടെന്ന് വിളിച്ചിരിക്കുന്നു. ഇവാഞ്ചലിസ്റ്റ് പഠിക്കുന്നു. നിന്റെ അനുഗ്രഹത്തിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. സത്യമായ ജ്ഞാനം കൊണ്ട് കുഞ്ഞിനെ നിറയ്ക്കണമേ. അവൾ കുടുംബത്തിന് അനുഗ്രഹമായി മാറട്ടെ. കർത്താവേ, എല്ലാ മേഖലയും അനുഗ്രഹിക്കപ്പെടട്ടെ യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. എഡ്യൂക്കേഷൻ രംഗത്തുള്ള വളരെ പ്രഗത്ഭരായ ആളുകളാണ് നമ്മോടൊപ്പം അക്കാഡമിയ എന്ന ഈ കോൺഫറൻസിൽ പങ്കെടുത്തത്. തീർച്ചയായിട്ടും അവർ നമ്മെ പഠിപ്പിച്ച പാഠങ്ങൾ വളരെ പ്രയോജനം ചെയ്യും. ഈ അക്കാഡമിക് ഇയർ നമുക്ക് എല്ലാവർക്കും പ്രയോജനമായിരിക്കും. ഞാൻ തീർച്ചയായും സ്ക്രീനിലേക്ക് അടുത്ത സമയത്ത് ഞാൻ ഓരോ വിദ്യാർത്ഥിനികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹങ്ങൾ നമ്മുടെ മേലുണ്ടാകും. ഡോക്ടർ ഉഷ, ടീച്ചേഴ്സിനെ കുറിച്ചാണല്ലോ, ടീച്ചേഴ്സിനെ ക്ലാസ് എടുക്കുന്ന ഒരു ടീച്ചർ എന്ന നിലയിൽ ഒരു ടീച്ചറിൻ്റെ ഒരു ഏറ്റവും ഇമ്പോർട്ടൻറ്റ് റോള് ഒന്ന് പറഞ്ഞു തരുന്നത് നല്ലതായിരിക്കും. ആദ്യം തന്നെ പറഞ്ഞു, ടീച്ചർ ഒരു ഫ്രണ്ട് ഫിലോസഫർ ആൻഡ് ഗൈഡ് ആയിരിക്കണം. അപ്പൊ ഇന്നത്തെ സ്ഥിതിയിൽ അതിനേക്കാളും കുറച്ചുകൂടെ ഉപരിയായിട്ട് ടീച്ചർ ഒരു നല്ല മെന്റർ ആയിരിക്കണം, ഒരു വഴികാട്ടി എല്ലാ കാര്യങ്ങളിലും വേണം. കാരണം നമുക്ക് പ്രത്യേകിച്ച് ഈ സ്കൂൾ തലത്തിൽ കിട്ടുന്ന കുട്ടികളെന്ന് പറഞ്ഞാൽ അവരുടെ ഡെവലപ്മെന്റൽ സ്റ്റേജിൽ കൂടെ കടന്നു പോകുന്ന കുട്ടികളാണ്. അവരുടെ അപ്പോൾ അവർക്ക് ഫിസിക്കലായിട്ടുള്ള ചേഞ്ചസ് മുഴുവനും ഈ സമയത്താണ് നടക്കുന്നത്. അപ്പോൾ അവർക്ക് അതിൻ്റെതായിട്ടുള്ള സൈക്കോളജിക്കൽ പ്രോബ്ലംസ് ഉണ്ടാവും. ഇവന്റെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഓരോ മാറ്റങ്ങൾ. അപ്പൊ അതാ ഒരു ടീച്ചർ ഇതെല്ലാം മനസ്സിലാക്കണം. ഒരു നല്ല ടീച്ചർ ഒരു നല്ല ഫ്രണ്ട് ആയിരിക്കണം. ഒരു ടീച്ചർ, ഞാൻ ഇടയ്ക്കൊരു ചോദ്യം ചോദിക്കട്ടെ. നമ്മുടെ ടീച്ചിങ് സിസ്റ്റത്തിൽ അങ്ങനെ ടീച്ചേഴ്സിന് അങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള രീതിയിൽ അവർക്കൊരു പാഠങ്ങൾ ലഭിക്കുന്നുണ്ടോ? ഉണ്ട്. ടീച്ചേഴ്സിന് ട്രെയിനിങ് കൊടുക്കുമ്പോൾ തന്നെ നമ്മുടെ ഗവൺമെന്റ് അത് ചെയ്യുന്നുണ്ട്. അവരുടെ ആ പഠന ഭാഗത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഓരോ സ്റ്റേജും ഏത് ഇയർ ഏത് ഏജിലാണ് നടക്കുന്നതെന്നൊക്കെ ഉള്ളത് പഠിപ്പിക്കുന്നുണ്ട്. ടീച്ചേഴ്സിനെ തീർച്ചയായിട്ടും സൈക്കോളജിയിൽ അത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്, ആ പാഠഭാഗത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം ടീച്ചർ ഇങ്ങനെ ആ കുട്ടിയിലുണ്ടാകുന്ന വ്യത്യാസങ്ങൾ, അപ്പോൾ ചിലപ്പോൾ ഒരു ശരീരത്തിലൊരു മാറ്റം സംഭവിക്കുമ്പോഴത്തേക്കും ആ കുട്ടിക്ക് ചിലപ്പം പഠനത്തിൽ ഒരു വ്യത്യാസം ഉണ്ടാവും, താല്പര്യം ഇല്ലാതെ വരും.
അപ്പോൾ എന്താണെന്ന് മനസ്സിലാക്കാൻ ആ ഒരു ടീച്ചർ ഒരു കുട്ടിയെ നന്നായിട്ട് ഒബ്സർവ് ചെയ്താലേ മനസ്സിലാവുള്ളൂ. ബട്ട് ഒരു നല്ല ടീച്ചർ ഒരു സൈലന്റ് ഒബ്സർവർ ആയിരിക്കണം. നോട്ട് ഓൺലി ഇൻ സ്കൂൾ ബട്ട് ഔട്ട്സൈഡ് ദ സ്കൂൾ ഓൾസോ. അപ്പോൾ സ്കൂളിന്റെ പുറത്തും ഇവൻ എന്താണ്, അപ്പോൾ എൻ്റെ ജോലി കുട്ടിയെ പഠിപ്പിക്കാൻ സമയം കിട്ടുന്ന സമയം മാത്രമായിരിക്കരുത്. ഇവൻ സ്കൂൾ എൻ്റെ ക്ലാസ് വിട്ടാൽ പുറത്തു പോയാൽ കണ്ടാവണം. ടീച്ചറിന് എനിക്കൊരു കാര്യം മനസ്സിലായി, ടീച്ചറിൻ്റെ മേൽ ദൈവമാണ് ഈ നിയോഗം തന്നതെന്ന് ഒരു ബോധ്യം ടീച്ചറിനുണ്ട്. ടീച്ചറിൻ്റെ എല്ലാ സംസാരത്തിലും ഹോൾ ആസ്പെക്ട് ഓഫ് വൺസ് ലൈഫ് യു ആർ ട്രൈങ് ടു കവർ. തീർച്ചയായിട്ടും 100% അഭിനന്ദിക്കുന്നു. ഇതുപോലുള്ള 10,000-കണക്കിന് അധ്യാപകർ തീർച്ചയായിട്ടും കേരളത്തിലില്ലേ? നമുക്ക് തീർച്ചയായിട്ടും ഉണ്ട്. നമുക്ക് എല്ലാ അധ്യാപകർക്കും 2013-2014 അധ്യയന വർഷം അനുഗ്രഹത്തിൻ്റെയും സമൃദ്ധിയുടെയും ദൈവിക നിറവിൻ്റെയും ഉയർച്ചയുടെയും വർഷങ്ങളാകട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി ആശംസിക്കുന്നു. ഓരോ അധ്യാപികയും ഓരോ അധ്യാപകനും അവരവരുടെ ദൈവ നിയോഗമായ അധ്യാപനം എന്ന ജോലി വളരെ ഫലപ്രദമായി ചെയ്യുവാൻ ദൈവത്തിൻ്റെ കഴിവും പ്രാപ്തിയും താങ്കൾക്കുണ്ടാകട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു. ഡോക്ടർ ഉഷ, നമ്മുടെ സമയം മുൻപോട്ട് പോയതിനാൽ ഇനിയും ഉള്ള സെമിനാറുകളിൽ നമുക്ക് കൂടുതൽ പാഠങ്ങൾ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് പറഞ്ഞു കൊടുക്കുവാൻ ഇടയാകട്ടെ. കടന്നു വന്നതിൽ പ്രത്യേകം നന്ദിയും. തീർച്ചയായിട്ടും വിലപ്പെട്ട പാഠങ്ങൾ ഞങ്ങൾക്ക് ലഭിച്ചു. ദൈവം നമ്മെ സഹായിക്കട്ടെ. നൂറുകണക്കിന് പ്രാർത്ഥന വിഷയങ്ങൾ പ്രേയിങ് കേരളയുടെ അക്കാഡമി എന്ന പ്രോഗ്രാമിൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി വിളിച്ചു പറയുന്നുണ്ട്. സ്റ്റുഡൻസിനുള്ള പ്രയറിന് വേണ്ടിയുള്ള രജിസ്ട്രേഷൻ ഫോംസ് ഇവിടെ റെഡിയാ. പ്രയർ ലൈനിൽ നിന്ന് ആളുകൾ ചോദിക്കുന്ന വിവരങ്ങൾ ദയവായി അത് ഞങ്ങൾക്ക് പറഞ്ഞു തരണം. തീർച്ചയായിട്ടും ഈ പുതിയ അധ്യയന വർഷം എല്ലാവർക്കും അനുഗ്രഹത്തിൻ്റെ വർഷമായി തീരട്ടെ. ഈ വിഷയങ്ങൾ പേരുകളെല്ലാം ഞങ്ങൾ എടുത്തു പറയാൻ സമയമില്ല എങ്കിലും ഓരോ വിഷയത്തിനു വേണ്ടി തീർച്ചയായിട്ടും പ്രാർത്ഥിക്കുന്നതായിരിക്കും. യേശു അത്ഭുതങ്ങളുടെ കർത്താവ്. എല്ലാവരും ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് ഞങ്ങളോടൊപ്പം എഴുന്നേറ്റ് നിന്ന് 2 കരങ്ങളും ഉയർത്തി യേശുവിൽ ആശ്രയിച്ച് കുഞ്ഞുങ്ങൾ വീട്ടിനകത്തുള്ള മക്കളെ കൂടെ നിർത്തിക്കൊണ്ട് മാതാപിതാക്കൾ ആ കുഞ്ഞുങ്ങളെ ഒന്ന് ചേർത്ത് പിടിച്ച് ഞാൻ പ്രാർത്ഥിക്കാൻ പോകുക. യേശുവിന്റെ അനുഗ്രഹം ആ കുഞ്ഞുങ്ങളുടെ മേൽ ഇപ്പോൾ തന്നെ ഇറങ്ങി വരും. തീർച്ചയായിട്ടും ദൈവത്തിന് വലിയ നന്മകൾ, ഉയർന്ന നന്മകൾ, യേശുവിന്റെ അനുഗ്രഹങ്ങൾ, യേശുവിന്റെ ശ്രേഷ്ഠത, സ്പിരിറ്റ് ഓഫ് എക്സലൻസ് ഇസ് കമ്മിങ് ഓവർ യുവർ ചിൽഡ്രൻ. നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മേൽ ശ്രേഷ്ഠതയുടെ ആത്മാവിനെ ദൈവം പകരുന്നു. യെസ്, എല്ലായിടത്തും എല്ലായ്പ്പോഴും അവർ ഉയർന്ന നന്മയുള്ളവരായി അവരവർക്കും അവർ മാതാപിതാക്കൾക്ക് അവർ സമൂഹത്തിന് എല്ലാറ്റിലുപരി ദൈവിക ഉദ്ദേശം നിറവേറ്റുന്ന കുഞ്ഞുങ്ങളായി അവരോരോരുത്തരും വളർന്നു വരും. യേശുവിന്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഓരോ വിദ്യാർത്ഥിനിയും അവരുടെ മാതാപിതാക്കൾ, അവരുടെ അധ്യാപകര്, ഓരോ സ്കൂൾ, കോളേജ്, ഇൻസ്റ്റിറ്റ്യൂഷൻസ് എല്ലാം അനുഗ്രഹിക്കപ്പെടട്ടെ. യേശുവേ, അങ്ങയുടെ സമാധാനം, അങ്ങയുടെ നിയന്ത്രണം, അങ്ങയുടെ കാവൽ, അങ്ങയുടെ കരുതല് എല്ലായ്പ്പോഴും ഈ സ്കൂളുകളിൽ, കോളേജുകളിൽ ഉണ്ടാകണമേ. ഈ വർഷം കേരളത്തിൽ ഒരനർത്ഥവും ഉണ്ടാകാതെ, പ്രത്യേകിച്ച് സ്കൂളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ, കോളേജിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളിൽ നിന്ന് സ്കൂളുകളിലാകട്ടെ വീടുകളിലാകട്ടെ മറ്റെങ്ങും വെച്ച് ഒരനർത്ഥവും കൂടാതെ
കർത്താവേ, ഞങ്ങളുടെ ദേശത്ത് രാജ്യത്തുള്ള എല്ലാ കുഞ്ഞുങ്ങളെയും അധ്യാപകരെയും അവിടുന്ന് പരിപാലിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കരങ്ങളിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന നൂറുകണക്കിന് പ്രാർത്ഥനാ വിഷയങ്ങളെ ഓരോന്നിനെയും നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. നന്ദിയോടെ ഞങ്ങളവരെ നിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവകൃപ കൊണ്ടവരെ നിറയ്ക്കും. യേശുവിൻ നാമത്തിൽ പിതാവേ. നാളെ രാവിലെ വീണ്ടും നമുക്കൊന്നിച്ച് കാണുന്നത് വരെയും കർത്താവിന്റെ കരങ്ങളിൽ എല്ലാവരും കരങ്ങളടിച്ച് ചേർന്ന് പ്രേയിങ് കേരളയുടെ അക്കാഡമിയ എന്ന ഈ പ്രോഗ്രാം ഇന്ന് ഇവിടെ അവസാനിക്കുമ്പോൾ നാളെ രാവിലെ വീണ്ടും കാണാമെന്ന് പ്രതീക്ഷയോടും വിശ്വാസത്തോടും കൂടെ നീ എത്ര നല്ലവൻ യേശുദൻ എത്ര നല്ലവൻ എന്നേശുവേ, നീ എത്ര നല്ലവൻ.